സുഭാഷ് ചന്ദ്രൻ ഏറെക്കാലമായി എനിക്ക് അടുപ്പമുള്ള ഒരാളാണ്. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തറവാട് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ്, കളമശ്ശേരിയിൽ. മനുഷ്യനൊരു ആമുഖത്തിൽ മാത്രമല്ല, മറ്റ് പല കഥകളിലെയും സ്ഥലമായി, സംഭവങ്ങളായി വികസിക്കുമ്പോഴെല്ലാം മിക്കവാറും ആ പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടത്തിൽ UC കോളേജിലെ സുഭാഷ് ചന്ദ്രൻ എഴുതിയ കഥ, അത് കഴിഞ്ഞ് മഹാരാജാശ്രീക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ്, ഇതെല്ലാം അന്നേ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരു ആമുഖം പ്രസിദ്ധപ്പെടുത്തിയ ഘട്ടത്തിൽ ആദ്യം തന്നെ ഒരു വായനാക്കുറിപ്പ് എഴുതിയവരിൽ ഒരാൾ ഞാനായിരിക്കുമെന്ന് കരുതുന്നു. സുഭാഷിൻ്റെ കഥകൾ അധികമില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ 89 ഈഡിപ്പസിൻ്റെ അമ്മ ആദ്യ കഥ, അത് കഴിഞ്ഞ് പിന്നെ ഒടുവിൽ എഴുതിയ ജ്ഞാനസ്ഥാനം ഉൾപ്പെടെ നോക്കിയാൽ 29 കഥകൾ. അവസാനത്തെ കഥയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 10 വർഷം. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പുറത്ത് വന്ന വർഷം പുതിയ സഹസ്രാബ്ദത്തിൻ്റേതാണ്, 2000. 4 കഥകൾ ആ വർഷത്തിൽ സുഭാഷ് എഴുതിയതായി കാണുന്നുണ്ട്. ഈ നീണ്ട ഒരു ഇടവേളകൾ, അല്ലെങ്കിൽ തുടർച്ചയായി കഥകളൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഒരു നിശബ്ദത, സതി സാമ്രാജ്യത്തിൽ പറയുന്ന പോലെ കഥകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം, അത് പലപ്പോഴും സുഭാഷ് നടത്തുന്നുണ്ട്. ആദ്യത്തെ സമാഹാരത്തിൻ്റെ അവതാരികയിൽ MT ഒരു കാര്യം പറയുന്നുണ്ട്, എലിസബത്ത് ബോവനെ ഉദ്ധരിച്ചുകൊണ്ട്. കഥയെഴുത്തിൻ്റെ ആദ്യത്തെ പാഠം തന്നെ ഈ കഥ അത്യാവശ്യമാണോ എന്ന് തീരുമാനിക്കലാണ്. ഒരു സംഭവം മനസ്സിൽ പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച, അത് എഴുത്തുകാരനെ എഴുതാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിർബന്ധിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ കുറഞ്ഞതാണോ? ചിലപ്പോൾ ഇപ്പോൾ ഇതിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എഴുതുക, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് തിട്ടൊക്കെ ഒറ്റ ദിവസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒമാനിൽ വിമാനത്താവളത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്ന്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ MT പറഞ്ഞതുപോലെ നിർബന്ധമായി എഴുതിക്കണമെന്ന അവസ്ഥയിലേക്ക് എടുത്തെറിയാതിരുന്നതാണോ ഈ നീണ്ട ഇടവേളകളുടെ ഒരു കാരണം? താങ്ക് യു രാജീവ്. നമ്മുടെ സംസ്ഥാനത്തെ സാഹിത്യം വായിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു മന്ത്രിയുമായി സംസാരിക്കുന്നതിൽ സന്തോഷം ആദ്യം അറിയിക്കട്ടെ. ഞാൻ കഥയിലേക്ക് പ്രവേശിച്ചത് 90കളുടെ ആ ദശകത്തിലാണ്. ആ സന്ദർഭം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാളത്തിൽ പുതിയ ശക്തരായിട്ടുള്ള ഒരുപാട് കഥാകൃത്തുകൾ ഒന്നിച്ച് രംഗപ്രവേശം ചെയ്ത ഒരു കാലം കൂടിയാണ്. സന്തോഷ് ചേച്ചിക്കാനം, R. ഉണ്ണി, B. മുരളി, നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് കുമാർ, നന്ദകുമാർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ശക്തരായിട്ടുള്ള ഒരുപാട് നല്ല കഥകൾ ഒരേ സമയം വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ മാത്രം എഴുതുക എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആ കാലത്ത് ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് കൂടി വന്നു ചേർന്നതുകൊണ്ട് എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും എപ്പോഴും സാഹിത്യ സൃഷ്ടികൾ മുമ്പിൽ വന്ന് ഇരുന്നതുകൊണ്ട് വായനയും സമകാലിക സാഹിത്യമായിട്ടുള്ള നിരന്തര പരിചയം ജോലിയുടെ ഭാഗമായിട്ട് കൂടി ആവശ്യമായതുകൊണ്ട് വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് എഴുതാനുള്ളപ്പോൾ എഴുതാം എന്ന് കരുതിയിരുന്നു. പക്ഷേ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളോ ഏതെങ്കിലും സന്ദർഭങ്ങളോ ചെറുകഥയായിട്ട് പരിവർത്തിപ്പിക്കുന്ന ഒരു രചനാശീലം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടറുകൾ വന്നു തുടങ്ങിയിട്ടില്ല, നമുക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നുമില്ല. അതുകൊണ്ട് നോട്ട് പുസ്തകങ്ങളിൽ ആശയങ്ങളായിട്ടും ചിലപ്പോൾ ചില ചെറുകഥകളുടെ തുടക്കങ്ങളായിട്ടും ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ എങ്കിലും പൂർണ്ണമായിട്ടും കഥകൾ ഞാൻ എഴുതിയിരുന്നു. പക്ഷെ അതൊരു 8-9 ദിവസം വച്ചിട്ട് പിന്നീട് ആ മമതാബോധം കളഞ്ഞിട്ട് വായിച്ചു നോക്കുമ്പോൾ, അത് നമ്മുടെ സ്വന്തം ഔരസ സന്തതിയോട് നമുക്ക് വലിയ പ്രേമമൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു 10 ദിവസം അതിൽ നിന്ന് അകന്ന് നിന്ന് മറ്റെന്തെങ്കിലും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തതിന് ശേഷം അത് വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ, നമ്മുടേതല്ല എന്ന മട്ടിൽ വായിക്കുമ്പോൾ, ഇത് മറ്റൊരാളാണ് എഴുതിയിരുന്നുവെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെ കാണുമായിരുന്നു എന്ന മട്ടിൽ വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിനോടെല്ലാം ഒരു അത്ര പോരാ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ച കഥകളുടെ എണ്ണം 10-500 വരും.
എഴുതി ഉപേക്ഷിച്ച കഥകളാണ്. ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ മക്കള് രണ്ടുപേരും പുറത്ത് 29 കഥകൾ എന്ന് പറയുമ്പോൾ പ്രസിദ്ധപ്പെടുത്താൻ തെരഞ്ഞെടുത്ത കഥകൾ എന്ന വിശേഷണമായിരിക്കും കുറെ കൂടി ചേരുന്നത്. അതെ, എൻ്റെ മക്കൾ അടുത്ത കാലത്ത് രണ്ടുപേരും പുറത്ത് PhD ചെയ്യാണ് സാഹിത്യത്തിൽ. അവർ വന്നൊരു അവധിക്കാലം 10 ദിവസം കിട്ടിയപ്പോൾ എൻ്റെ പഴയ പുസ്തക ശേഖരത്തിൽ നിന്നൊക്കെ കുറേ കഥകൾ തപ്പിയെടുത്ത് ബീജങ്ങളായിട്ടും അലസിപ്പോയതായിട്ടും ചാപ്പിള്ളകളായിട്ടും ഒക്കെയുള്ള കുറേ കഥകളുടെ എടുത്തിട്ട് ഒരു 10-17 കഥകൾ അതിൽ നിന്ന് മികച്ചത് എൻ്റെ മേശപ്പുറത്ത് അടുക്കി വെച്ചിട്ട് ആജ്ഞാപിച്ചു, അച്ഛൻ ഇത് ക്രമത്തിലെങ്കിലും എഴുതണം, കാരണം ഇതൊന്നും നഷ്ടപ്പെട്ടുകൂടാണ്. അത് നോക്കുമ്പോൾ തന്നെ കുഴപ്പമില്ലാത്ത കഥകളാണ്. നമ്മൾ സമകാലിക കഥ ലോകത്ത് വായിച്ചാൽ ആസ്വദിക്കപ്പെടുന്നതൊക്കെയാണ്. പക്ഷേ അതിൽ എൻ്റേതായിട്ടുള്ളൊരു മുദ്ര, എൻ്റേത് മാത്രമായിട്ടുള്ളൊരു സംഗതി ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ പിന്നെയും എനിക്കൊരു ഇത് വരും. അങ്ങനെ മോദി അധികാരത്തിൽ ഏറിയ കാലം മുതൽ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം, ഞാൻ അദ്ദേഹത്തിൻ്റെ 2ാം ടേമും അത് അതിൻ്റെ ഉഗ്രാവസ്ഥയെ പ്രാപിച്ച ഘട്ടത്തിലൊക്കെ ഇങ്ങനെ മെനുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്കത് പൂർണ്ണമാകുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ സ്റ്റോറി മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നു. മഹാത്മാഗാന്ധിയാണ് അതിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന കഥയുടെ കേന്ദ്രം. മഹാത്മാഗാന്ധി ആയതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു വലിയ ഒരു വോൾട്ടേജ് താങ്ങാനുള്ള ഫിലമെൻറ്റ് എൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി കുറേ ക്ലേശിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ എൻ്റെ മകളുടെ ഒപ്പം അഹമ്മദാബാദിൽ പോവുകയും സബർമതി ആശ്രമത്തിൽ ഒരു ഫുൾ ഡേ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ധ്യാനത്തിൽ ആ വൈബ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇരിക്കുകയും അങ്ങനെയാണ് ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ കഥ പൂർത്തിയാക്കിയത്. അത് പൂർത്തിയാക്കിയപ്പോൾ ഈ 10 വർഷത്തിനകത്ത് ഞാൻ എഴുതാൻ ശ്രമിച്ചതും എഴുതി അലസിയതും പാതി വഴിയിൽ ഉപേക്ഷിച്ചതും പൂർണ്ണമാക്കിയിട്ടും തൃപ്തിയാകാത്തതുമായിട്ടുള്ള ഒരു 60-70 കഥകൾക്കിടയിൽ ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് അത് പ്രസിദ്ധീകരിക്കാനെടുത്തത്. പൂർണ്ണമായിട്ടും എനിക്ക് എന്നിൽ തൃപ്തിയില്ലാത്തത് മാത്രമാണ് എൻ്റെ കഥകളുടെ തടസ്സം, എഴുതാത്തതല്ല. അതിൽ ഇടയ്ക്കൊന്ന് പരാമർശിക്കേണ്ടായി പത്രപ്രവർത്തനം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മഹാനായ കഥാകാരൻ, മഹാനായ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. മലയാളത്തിൽ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ വളരെ മനോഹരമായി ഈ ഇടവേളകളൊക്കെണ്ടിൽ എഴുതുന്നതെല്ലാം കാലാധിവർത്തിയായി നിൽക്കുന്ന സൃഷ്ടികളാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പരാമർശിക്കപ്പെട്ട ബി മുരളി മാധ്യമപ്രവർത്തകനാണ്, മീര മാധ്യമപ്രവർത്തകയായിരുന്നു. ഞാൻ ആ താരതമ്യത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ ജ്ഞാനസ്ഥാനത്തിലേക്ക് വരികയാണ്. അതിന് മുമ്പുള്ള 1-2 ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. MTയുടെ ആ അവതാരികയിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പുതിയ എഴുത്തുകാർ ഭാഷയെ എങ്ങനെ ആളിക്കത്തിക്കാൻ അവർ ശ്രമിക്കും. അതിലൊരു കൃത്രിമമായ കൈപ്പിടി വിദ്യയല്ല സുഭാഷ് ചന്ദ്രൻ, ഒരു സ്വാഭാവിക പ്രക്രിയയാക്കി മാറ്റാൻ സുഭാഷ് ചന്ദ്രന് കഴിഞ്ഞിരിക്കുന്നു. അതിൽ സുഭാഷ് ചന്ദ്രൻ വിജയിച്ചിരിക്കുന്നു എന്ന് MT അന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആദ്യ കഥാസമാഹാരത്തിൻ്റെ അവതാരികയിലായിരിക്കും. പക്ഷെ അതിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിൻ്റെ രാസവിദ്യയാൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഭാഷ സ്വന്തം ഗൃഹം തന്നെ ചിലപ്പോൾ തടവറയായി പോകുന്നത് പോലെ എഴുത്തുകാരന് പാരതന്ത്ര്യമായി മാറാനിടയുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പ് പോലെ. സുഭാഷിൻ്റെ കഥകളുടെയും നോവലുകളുടെയും പ്രത്യേകത ഈ ക്രാഫ്റ്റിൻ്റെ അതിമനോഹരതയാണ്. വിശേഷണങ്ങൾ, രൂപങ്ങൾ, പുതിയ വാക്കുകൾ, ചേർത്ത് വയ്ക്കലിൻ്റെ അസാധാരണമായ സൗന്ദര്യം, ചിമിഴിലൊതുക്കപ്പെട്ട വാക്കുകളുടെ അവതരണം, ഇതെല്ലാം സുഭാഷിൻ്റെ കൃതികളെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ പാരതന്ത്ര്യത്തിലേക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്ക് പറയുന്നുണ്ട്, കടലയെ കടലയായി തന്നെ കാണണം, അലങ്കാരങ്ങളാണ് സത്യത്തെ അകറ്റി നിർത്തുന്നത് എന്ന് കടലയിൽ ഈ നമ്മുടെ റിപ്പബ്ലിക്കിനകത്ത് പറയുന്നുണ്ട്. അലങ്കാരങ്ങളിൽ നിന്ന് മാത്രമല്ല സാഹിത്യത്തിൽ നിന്ന് തന്നെ നമ്മൾ അകറ്റിക്കളയും എന്നൊരു മുന്നറിയിപ്പും റിപ്പബ്ലിക് കഥയിൽ. ഇപ്പം ഇങ്ങനെയുള്ള ആത്മകഥങ്ങൾ കഥയ്ക്കകത്ത് കഥകളിക്കകത്ത് പലയിടങ്ങളിലും വരുന്ന കാണാം. അപ്പം അങ്ങനെ ഒരു പാരതന്ത്ര്യം താൻ തന്നെ കുറേ ആദ്യ കഥയിൽ തന്നെ മനോഹരമായ ക്രാഫ്റ്റായിരുന്നു, പിന്നെ അതിനെ മറികടക്കണം. അപ്പം അങ്ങനെ ഒരു വെല്ലുവിളി അത് പലപ്പോഴും ആത്മസംഘർഷങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടോ? സത്യത്തിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരു കലാകാരനാണ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. കലാകാരനാകട്ടെ നവോന്മേഷമായിട്ടുള്ള പ്രജ്ഞയുള്ള ഒരാളാണ്. പുതിയതിനെ സൃഷ്ടിക്കുന്നതിൽ മാത്രം സന്തോഷം ഉണ്ടാകുന്ന ആളാണ്. വാസ്തവത്തിൽ സർഗാത്മക സൃഷ്ടി ആരംഭിച്ചത് തന്നെ മനുഷ്യന് സ്വന്തം ഔരസ സൃഷ്ടിയായിട്ട് ഈ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള മാത്രം കഴിവിൽ നിന്ന് ഒരു പടി കൂടി മുതിർന്ന് നമ്മുടെ ജൈവ സന്തതികൾക്കപ്പുറത്തേക്ക് നമ്മുടെ മുദ്രയെ ശാശ്വതമായിട്ട് അടയാളപ്പെടുത്താനുള്ള ഒരു ത്വരയിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ അർത്ഥത്തിൽ
ഒരു വഞ്ചി ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ട പെർഫെക്ഷൻ, ഒരു വള്ളം ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ട പെർഫെക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജംഗമ സ്ഥാപന വസ്തു സൃഷ്ടിക്കുന്ന ഒരാൾക്കുള്ള പെർഫെക്ഷനേക്കാൾ ഉപരിയാണ് ഒരു സർഗാത്മകത, ക്രിയേറ്റീവ് എഴുത്തോ സാഹിത്യമോ കലയോ പോലുള്ള സർഗാത്മകതയിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഞാൻ, കാരണം ഒരേപോലുള്ള രൂപങ്ങൾ നിർമ്മിക്കുകയല്ല അയാൾ ചെയ്യുന്നത്. ഒരു വഞ്ചി ഉണ്ടാക്കുന്ന, ഒരു പാത്രം ഉണ്ടാക്കുന്ന, ഒരു ഈ ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആ ഗ്ലാസ്സുകൾ മാത്രം നിർമ്മിച്ച് വിടുകയാണ്. അതിനകത്ത് സർഗാത്മകയുടെ എലമെൻ്റ് ഇല്ല. ആദ്യത്തെ ഗ്ലാസ്സിൽ മാത്രമേ ആ സർഗാത്മകതയുള്ളൂ. ഈ ഒരു പാരതന്ത്ര്യം വാസ്തവത്തിൽ ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു കാലത്തിൽ മുഴുവനും അത് വർദ്ധിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കാളിദാസൻ്റെ മേഘദൂതം എന്ന് പറയുന്നത്. അധികാരിയുടെ കൽപ്പനയാൽ തടവിലാക്കപ്പെട്ട ഒരു യക്ഷൻ തൻ്റെ കാമുകിക്ക് ഒരു അധികാര ശക്തിക്ക് ഉയരാൻ പറ്റുന്നതിന് മുകളിലേക്കുള്ള കാഴ്ചയിലൂടെ മേഘമാർഗം സഞ്ചരിച്ചുകൊണ്ട് ഈ അധികാരത്തിൻ്റെ കൽപ്പനയെ സാഹിത്യത്തിൻ്റെ സർഗാത്മകത കൽപ്പന കൊണ്ട് വെല്ലുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം സങ്കല്പിച്ചത്. അത് ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നു. ഹിമാലയത്തിൻ്റെ അതുവരെയും മനുഷ്യൻ കാണാത്ത വിഷ്വൽസ് ഹെലികോപ്റ്ററോ വിമാനമോ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാലത്ത് കാളിദാസ് എന്നുള്ള സർഗാത്മകനായ ഒരു വ്യക്തി സങ്കല്പിക്കുന്നു. അത് മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ കാണിച്ചു കൊടുക്കുന്നു. അതാണ് അതിൻ്റെ ഉന്മാദം, സർഗോന്മാദം. അദ്ദേഹം അനുഭവിച്ചിരിക്കാവുന്ന സർഗോന്മാദം അതാണ്. എന്നെ തടവിലാക്കിയ ഈ അധികാര ശക്തികൾക്ക് മുകളിലാണ് എൻ്റെ സർഗാത്മകമായ ശക്തി, എൻ്റെ കൽപ്പനാശക്തി എന്ന് കാണിച്ചു കൊടുക്കലാണ്. പക്ഷെ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ മുഴുവനും കാളിദാസൻ്റെ മേഘദൂതത്തെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് സന്ദേശകാവ്യങ്ങൾ പിന്നെ പറഞ്ഞു. നേരത്തെ ഒരു വഞ്ചി ഉണ്ടാക്കിയത് അനുകരിക്കുന്നത് പോലെ ദാത്യൂഹ സന്ദേശം എന്ന് പറയുന്ന ഒരു മൂങ്ങാ സന്ദേശം, ദാത്യൂഹം എന്ന് വെച്ചാൽ മൂങ്ങയാണ്, മൂങ്ങാ സന്ദേശം ശിവള്ളി നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്പൂരി എഴുതിയ ഒരു ദാത്യൂഹ സന്ദേശത്തെ അവസാനിച്ചത് പരിഹാസമായിരുന്നു. അതെ, കുറ്റിപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അവസാനിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു കാലഘട്ടത്തിലും ഒരു പ്രസ്ഥാനത്തിലും, സാഹിത്യ പ്രസ്ഥാനത്തിലും പോലും ഈ പാരതന്ത്ര്യമുണ്ട്. സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെ അനുകരിക്കുന്ന ഒരു പാരതന്ത്ര്യമുണ്ട്. പക്ഷെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഒരു സർഗാത്മകനായിട്ടുള്ള ഒരു കലാകാരനാകട്ടെ, തൻ്റെ തന്നെ ഈ പാരതന്ത്ര്യങ്ങളെ പറ്റിയുള്ള തോന്നലിൽ നിന്നാണ് പുതിയതുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കഥയെഴുത്ത് എന്ന് പറയുന്ന വിഷയം എൻ്റെ മിക്കവാറും എല്ലാ കഥകളിലും, 2 നോവലുകളിലും, എൻ്റെ 2 നോവലുകളിലെയും പ്രമേയം നോവൽ എഴുത്ത് എന്ന് പറയുന്ന ആ നിർമ്മാണ പ്രക്രിയയാണ് പ്രമേയം. യഥാർത്ഥത്തിൽ ജീവിതം എൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നേ ഉള്ളൂ. ഈ എഴുത്ത് തന്നെ പ്രമേയമായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഈ പാരതന്ത്ര്യത്തെ എനിക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? മുൻപുള്ളവർ ചെയ്തു വച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് നമ്മുടെ കാലത്തുള്ളത് മാത്രമല്ല, ലോകത്ത് ഞാൻ വായിച്ചറിഞ്ഞ സാഹിത്യ സൃഷ്ടികളെ തന്നെയും അതിവർത്തിക്കാൻ പറ്റുന്ന ഒന്നിനെ സൃഷ്ടിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെയല്ല എങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സർഗാത്മകത വ്യർത്ഥമല്ലേ എന്നുള്ള ഒരു സംഘർഷം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ 29 കഥകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രസിദ്ധീകരണത്തിനായിട്ട് കൊടുക്കുന്നത്. മറ്റതുപോലെയല്ല ഇത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. വ്യത്യസ്തമാണെങ്കിലും ഈ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നോക്കുമ്പോൾ തന്നെ ഒരു സുഭാഷ് ചന്ദ്രൻ്റേതാണെന്ന് വായനക്കാരന് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു സവിശേഷത ഈ സാഹിത്യമണ്ഡലത്തിൽ സുഭാഷ് ചന്ദ്രൻ സൃഷ്ടിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ടുള്ള ഒരു കഴിവ്. പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു സംഭവത്തെ സാഹിത്യകാരൻ സർഗാത്മകമായി മറ്റൊന്നിലേക്ക് വികസിപ്പിക്കുന്നു. നമ്മളൊരു മരം കാണുന്നു, ശില്പി ആ മരത്തിൽ മറ്റൊരു രൂപത്തെ കാണുന്നു. അപ്പോൾ അതാണല്ലോ സർഗാത്മകത. അതെങ്ങനെ ആ മനസ്സിൽ കാണുന്നതിനെ പുറത്ത് വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരാളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അതാണല്ലോ ഇപ്പോഴും നേരിടുന്ന വെല്ലുവിളി. അപ്പോൾ ആ ആത്മസംഘർഷങ്ങളിലൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വന്ന ഒടുവിലത്തെ കഥയാണ് ജ്ഞാനസ്നാനം എന്നുള്ളത്. 10 വർഷം, ഒരു ദശകം എന്ന് പറഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പുകളുടെ കാലം കൂടിയാണ് ഇന്ത്യയിൽ. അപ്പോൾ ആ ദശകത്തിൻ്റെ അനുഭവങ്ങൾ, ഒരു സംഘർഷഭരിതമായ മനസ്സ്, നേരത്തെ എലിസബത്ത് ഭവൻ പറഞ്ഞ പോലെ എഴുതാതിരിക്കാൻ പറ്റില്ല എന്നൊന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ സുഭാഷ് പറഞ്ഞു ഗാന്ധി ആണ്. അപ്പോൾ അത് വളരെ വലിയ ഒന്നാണ്. ഗാന്ധിയെ എങ്ങനെ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് ചരിത്രം വർത്തമാനവുമായി ഇഴുകിച്ചേരുന്ന, അല്ലെങ്കിൽ വർത്തമാനകാലം പറയാതെ തന്നെ ചരിത്രത്തിലൂടെ വർത്തമാനകാലത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു സർഗസൃഷ്ടിയായിട്ടാണല്ലോ ഇത് വായിക്കപ്പെടുന്നത്. എന്നാൽ ഒരു 30 കൊല്ലം മുമ്പ് നിങ്ങൾ എഴുതിയ കഥയിൽ, സുഭാഷ് എഴുതിയ കഥയിൽ, റിപ്പബ്ലിക്കിൽ ഒരു ഗാന്ധിയുണ്ട്. ഒരു കാലം വരും, ആഹാരം കഴിക്കാതെ ശാഠ്യം പിടിക്കുന്ന കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി അമ്മമാർ പറയും, ഗാന്ധിജി ഗാന്ധിജി ഓടി വാ, എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോ എന്ന് പറഞ്ഞവരെ ഭയപ്പെടുത്തും. ഒരു കാലം വരും എന്ന് നിങ്ങൾ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്,
ചിതലുകളാൽ ദിഗ്വിജയം നേടിയ മോഹൻദാസ് കരംചന്ദിൻ്റെ ചുവർ ചിത്രം ചില്ലുപടം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പിന്നത്തെ പ്രയോഗം ഞാൻ ശ്രദ്ധിച്ചു. മുട്ടുവടിയുമായി മൂടിപ്പൊതച്ച് പതുങ്ങി നിന്നൊരു ഗാന്ധി. ഇതൊന്നും നമുക്ക് പരിചിതമല്ല. ഗാന്ധി എന്ന സങ്കല്പത്തിൽ ഇത് വരുന്നില്ല. മുട്ടുവടിയുമായി നിൽക്കുന്ന ഒരു ഗാന്ധിയല്ല, ഗാന്ധിയുടെ ഊന്നുവടിയാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, മൊത്തം സ്വാതന്ത്ര്യത്തെ ആകെ കൊണ്ടുപോകുന്ന ഒരു പ്രതീകമാണ്. മുട്ടുവടി സാധാരണ നമ്മൾ അടിക്കാനെടുക്കുന്ന ഒന്നാണ്, സാധാരണ എടുക്കുന്നത്. ഗാന്ധി പതുങ്ങി നിൽക്കാറില്ല, എപ്പോഴും മുമ്പിലേക്ക് നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ സുഭാഷ് എഴുതിയിരിക്കുന്ന ചിതലുകളാൽ ദിഗ്വിജയം നേടി. അപ്പോൾ ആ ചിതലുകൾ, അന്നേ സുഭാഷ് ചന്ദ്രൻ എന്ന കഥാകൃത്ത് ഗാന്ധി ഒരു പുനർനിർമ്മിക്കപ്പെടും. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്ന് ഭാവി തലമുറ ഒരു പക്ഷെ അത്ഭുതപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ ചിന്തിക്കുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഗാന്ധിയുടെ ഒരു പുനർനിർമ്മിതി നമുക്ക് പരിചിതമായ നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള ഒരു തലമുറയുടെ രാജ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗാന്ധിയെ മറ്റൊന്നായി പുനർനിർമ്മിക്കുന്നതിൻ്റേതായ ചില സൂചനകൾ ഒരു വായനക്കാരൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമാണല്ലോ, കൃതികളെല്ലാം വായനക്കാർക്കുള്ളതാണ്. വായനക്കാർക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ തോന്നുന്നു. അങ്ങനെ എഴുതുമ്പോൾ ആ രൂപത്തിൽ തന്നെയാണോ മനസ്സിൽ കണ്ടിട്ടുള്ളത്? നമ്മുടെ നിരൂപകർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഒരു മന്ത്രി ശ്രദ്ധിച്ചതിലുള്ള സന്തോഷം ആദ്യം പറയട്ടെ. 30 വർഷം മുമ്പ് അത് എഴുതുമ്പോൾ ചിതലുകളാൽ ഈ മോഹൻദാസ് കരംചാന്ദ് ദിഗ്വിജയം ചെയ്യപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ ചില സൂചനകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ ചിതലുകൾ തീർത്ത ചില മൺപുറ്റുകൾ വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗാന്ധി സബർമതി ആശ്രമത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ എന്നെ സ്പർശിച്ച കഥയിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആവശ്യം വന്നില്ല. കാരണം 1930കളിലെ കഥയാണ് നമ്മൾ എഴുതുന്നത്. ഈ 2023 ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമം പോയി കാണുമ്പോൾ കണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിലൊന്ന്, അവിടെ നിശബ്ദത പാലിക്കുക എന്ന് എവിടെ എഴുതി വച്ചിട്ടില്ല. സാധാരണ അത്തരം ചരിത്ര ഘട്ടങ്ങളിലെല്ലാം സ്ഥാപനങ്ങളിലെല്ലാം നിശബ്ദത പാലിക്കുക, സൈലൻസ് സ്പേസ് എന്ന് എഴുതി വെച്ചു. പ്രത്യേകിച്ചും പാവനൻ ആയിട്ടുള്ള ഒരു മഹാത്മാവിനെ അനുസ്മരിക്കുന്ന ഒരു ഇടത്തിൽ. പക്ഷേ അവിടെ ഈ നിർദ്ദേശം ഇല്ലാതിരുന്നിട്ട് പോലും ദിവസവും 3000 പേര് സന്ദർശിക്കുന്ന ഇടമാണത്. ഈ 3000 പേരും തലകുനിച്ച് അത്യന്തം നിശബ്ദരായിട്ട് നീങ്ങുന്ന കാഴ്ച കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. സാധാരണ കലവില കൂട്ടുന്ന കൊച്ചു കുട്ടികൾ പോലും ഒരക്ഷരം ഉരിയാടാതെ മുമ്പെപ്പോഴും നടന്ന ഒരു വലിയ പാതകം താൻ തന്നെയാണ് ചെയ്തത് എന്നുള്ള കുറ്റബോധം പേറുന്നത് പോലെ തലകുനിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ഥാപനം മാത്രമാണ് 5 പൈസ പോലും പ്രവേശന ഫീസില്ലാതെ നമുക്ക് കടക്കാവുന്ന ഒരു സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വില കുറവുള്ള, ഫ്രീ ആയിട്ട് ബിൽക്കുൽ മുഫ്തായിട്ടുള്ളൊരു സ്ഥാപനമാണ് ഗാന്ധി. അവിടെ അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന 30കളിൽ അദ്ദേഹം സബർമതി ആശ്രമം വിട്ടു. പിന്നെ ഒരിക്കലും സബർമതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമേ താൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരുന്നൊരു വടി ഇപ്പോൾ ചില്ലുകൂട്ടിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അന്ന് തീർച്ചയായിട്ടും അത് നിവർന്ന വടിയായിരുന്നു എന്ന് നമുക്ക് ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് അറിയാം. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ഒരു വില്ല് പോലെ അത് വളഞ്ഞ് ഇരിക്കുന്നു. അതിലൊരു വള്ളി കെട്ടിയാൽ തൊടുക്കാം. ആ മട്ടിൽ അത് കാലം അതിനൊരു വില്ലായിട്ട് അത് വളഞ്ഞ് ഇരിക്കുന്നത് കണ്ടു. മഹാത്മാഗാന്ധി അങ്ങ് പറഞ്ഞതുപോലെ 10 വർഷം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനനേതാവിന് അത് തെരഞ്ഞെടുപ്പുകളുടെ 2 ഘട്ടമാണ്. പക്ഷേ എഴുത്തുകാരന് തൻ്റെ സർഗ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ കസേര കേവലം 5 വർഷത്തേക്ക് മാത്രമുള്ളതല്ല എന്ന് നല്ല ധാരണയുണ്ട്. മന്ത്രിമാർ 5 വർഷം കഴിയുമ്പോൾ മാറും, പ്രധാനമന്ത്രിമാരും മാറും, രാഷ്ട്രപതിമാരും മാറും. പക്ഷേ വലിയൊരു എഴുത്തുകാരൻ നൂറ്റാണ്ടുകളിലേക്കുള്ളതാണെന്നൊരു ബോധ്യം ഓരോ നല്ല എഴുത്തുകാരൻ്റെയും ഉള്ളിലുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങ് സൂചിപ്പിച്ച 30 വർഷം മുമ്പ് പോലും മോഹൻദാസ് കരംചാന്ദിയെ ഭാവി കാലത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിടിക്കാൻ വരുന്ന ഒരു ഗാന്ധിജി എന്ന് പറയുന്ന ഭീകരരൂപമായിട്ട് സങ്കല്പിക്കുന്ന അമ്മമാരെ ഭാവിയിൽ ഉണ്ടാകുമെന്ന് എഴുതാൻ പ്രേരിപ്പിച്ചത്. മഹാത്മാഗാന്ധി ആ കഥയിൽ അഹിംസയും അസ്തയത്തിനും അപരിഗ്രഹത്തിനും, അങ്ങനെ 3 വാക്കുകളാണ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അത് വായിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ആരെങ്കിലുമൊക്കെ എന്നെ വിളിച്ച് അഭിനന്ദിക്കുമെന്നായിരുന്നു, മഹാത്മാഗാന്ധി ഞങ്ങൾക്ക് തിരികെ തന്നതിന്. പക്ഷേ നിർഭാഗ്യവശാൽ
നന്നായിട്ട് വായിക്കുന്ന VD സതീശൻ പോലും എന്നെ വിളിച്ചില്ല. അത് അവരെ സ്പർശിക്കുന്നതേ ഇല്ല. ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിപത്തിന്, പ്രശ്നത്തിന് കൃത്യമായ മരുന്നാണ് മഹാത്മാഗാന്ധി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പേ മഹാത്മാഗാന്ധി ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ആദർശത്തിൻ്റെ, ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ, ആർജവത്തിൻ്റെ, ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ഒരു നേതൃത്വശേഷിയുടെ ആൾരൂപമായിട്ട് മഹാത്മാഗാന്ധി ഉരുവപ്പെടുകയായിരുന്നു. പഴയ ഗാന്ധിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ഷൈ ആയിട്ടുള്ള, ലജ്ജിതനായിട്ടുള്ള, സംസാരിക്കാൻ പോലും ത്രാണിയില്ലാത്ത, ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു പാവം മനുഷ്യനെ എങ്ങനെയാണ് ഒരു തേനീച്ചക്കൂട്ടിലെ ഒരു അമ്മ തേനീച്ചയെ മറ്റ് തേനീച്ചകൾ ചേർന്ന്, അല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ കൂട്ടത്തിലെ ഒരു റാണിയെ മറ്റുള്ളവർ ചേർന്ന് സൃഷ്ടിക്കുന്നു, അതുപോലെ നമ്മുടെ സമൂഹം ചേർന്ന് സൃഷ്ടിച്ചതാണ്. എല്ലാവരും നമ്മുടെ ധാർമ്മികതയുടെ ഒരംശം അദ്ദേഹത്തിൻ്റെ പ്രാണനിലേക്ക് കപ്പം കൊടുത്തിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിൽ സൂക്ഷിച്ചിരുന്നു. ആ റെസിപ്റ്റ് ഇപ്പോൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ അലമാരകളിലൊക്കെ തപ്പുന്നുണ്ട്, പക്ഷേ അത് എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ഗാന്ധിക്ക് കപ്പം കൊടുത്തതിൻ്റെ ആ റെസിപ്റ്റ് നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഒരുപാട് കണക്കുകളും രസീതുകളും സൂക്ഷിക്കുന്നില്ല. ആ രസീത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഗാന്ധി മരിച്ചാലും തുടരുന്ന, ഇന്ത്യൻ മണ്ണിൽ തുടരുന്ന ആ മഹിമാതിരേകത്തിനെ, വ്യക്തിസത്തയുടെ ഒരു പരമകാഷ്ഠയാണത്. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഇത് ഭാവിയിൽ അത്ഭുതത്തോടെ ആളുകൾ ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുമെന്ന് പറഞ്ഞത്. അതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു എഴുത്തുകാരൻ്റെ, ഒരു സർഗാത്മക വൃത്തി ചെയ്യുന്ന ഒരാളുടെ ഒരു എളിയ ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ജ്ഞാനസ്നാനം സങ്കല്പിച്ചത്. അത് വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിയെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമരമാണ്. അതോടൊപ്പം തന്നെ ഒരു വർഗീയവാദിയുടെ രാമനിൽ നിന്ന് ഗാന്ധിയുടെ രാമനെ തിരിച്ചു പിടിക്കുക. ഗാന്ധിക്ക് അസ്വസ്ഥതകളിൽ ആശ്വാസത്തിൻ്റെ ആൽമരത്തണലേകുന്ന പ്രതീകമാണ് രാമൻ. വർഗീയവാദിക്ക് അത് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഗാന്ധിയെ തിരിച്ചു പിടിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി ഇന്നത്തെ ഇന്ത്യയിൽ മാറുന്നു. പക്ഷേ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ ആളുകൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ? നമ്മൾ ഈ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. തവളയെ നമ്മൾ നേരെ തിളച്ച വെള്ളത്തിലിട്ട് കൊല്ലേണ്ടതില്ല. വെള്ളത്തിലിട്ട് തവളെ പതുക്കെ പതുക്കെ ചൂടാക്കിക്കൊണ്ടിരുന്നാൽ ആസ്വദിച്ച് തവള മരിച്ചോളും എന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ രാജ്യത്തും പലയിടങ്ങളിലും വരുന്നുണ്ട്. പതുക്കെ പതുക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. അല്ലെങ്കിൽ ഗാന്ധിയും നെഹ്റുവൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി ഭാവിയിൽ മാറുമെന്ന് കരുതിയ NITയിൽ ഗോഡ്സെയാണ് ദൈവമായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്ര പരിണിതിയുടെ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം അതിൽ ഗാന്ധിയെ ഞാൻ വീണ്ടും സുഭാഷ് ചന്ദ്രനിൽ കാണുന്നത് മനുഷ്യനൊരാമുഖത്തിലാണ്. എന്തിനാണ് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഈ ഗാന്ധി ഇങ്ങോട്ട് വന്നത്? അത് തന്നെ അങ്ങനെന്തിനാ ഈഴവ സന്യാസിയെ കാണാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നാണ് മനുഷ്യനൊരാമുഖത്തിലുള്ള ഒരു പരാമർശം. അപ്പോൾ അവിടെയാണ് പിന്നീട് സുഭാഷ് ചന്ദ്രൻ്റെ രചനകളിൽ ഗാന്ധി വരുന്നത്. അതിനുശേഷമാണ് ജ്ഞാനസ്നാനത്തിലേക്ക്. അവിടെ ഒരു ജാതി ഘടനയുടെ പ്രശ്നമുണ്ട്. ഇവിടെയും ജ്ഞാനസ്നാനത്തിലും ആ പ്രശ്നത്തെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. മതത്തിൻ്റെ പേര് വെറും മുസ്ലിം, അല്ലെങ്കിൽ ജാതി പേര് പറഞ്ഞ് പേരറിയാത്തവരെ വിശേഷിപ്പിക്കുമ്പോഴതിനെ ഗാന്ധി തന്നെ തിരുത്തുന്നത് ഈ കഥകളിൽ വരുന്നുണ്ട്. അപ്പോൾ റിപ്പബ്ലിക്കിൽ കാണുന്ന ഒരു ഗാന്ധി, മനുഷ്യനൊരാമുഖത്തിൽ പരാമർശിക്കപ്പെട്ടു പോകുന്ന ഗാന്ധി, ജ്ഞാനസ്നാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധി. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പരസ്പര ബന്ധിതമാണോ അതോ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണോ? ഗാന്ധി എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഭൂതാവേശങ്ങളിൽ ഒന്നാണ്. ഞാൻ എൻ്റെ പുസ്തകങ്ങളിൽ എഴുതി, പലപ്പോഴും എൻ്റെ വായനക്കാർക്ക് അറിയാവുന്നതായിരിക്കും, സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് ഞാൻ സ്വന്തം ഇട്ട പേരാണ്. അച്ഛനും അമ്മ എനിക്കിട്ട പേര് സുരേഷ് കുമാർ എന്നായിരുന്നു. അച്ഛൻ കുട്ടിക്കാലത്തിൻ്റെ ചുമരുകളിൽ നിറയെ ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ചില്ലിട്ട് സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്നാണ് റിപ്പബ്ലിക്ക് ചെതിലുകളാൽ ദിഗ്വിജയം ചെയ്യപ്പെട്ട മോഹൻദാസ് എന്നുള്ള ചില്ലുപടം എന്നൊക്കെ വാക്കുകൾ അച്ഛൻ്റെ ഓർമ്മയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ മഹാന്മാരായ ആവുക എന്ന് വെച്ചാൽ ചുമരിൽ ചില്ലുപടമായിരിക്കുക എന്ന് മാത്രം കരുതിയിരുന്നൊരു കുട്ടിക്കാലത്ത് എനിക്ക് സുരേഷ് കുമാർ എന്നാണ് അച്ഛനമ്മ പേരിട്ടത്. സ്കൂളിൽ 5 വയസ്സിൽ ചേർത്തപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയപ്പോൾ ഞാൻ ആ പേരിലൊരു മഹത് സാധന ഇല്ല എന്ന് മനസ്സിലാക്കുകയും എനിക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള പേര് വേണമെന്ന് പറഞ്ഞ് കരയുകയും
അങ്ങനെ ഞങ്ങളുടെ പ്രിൻസിപ്പൾ, അന്നത്തെ ഹെഡ് മാസ്റ്റർ, ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആയിക്കോ സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര് തരാം എന്ന് പറഞ്ഞിടുകയും ചെയ്തതാണ്. സോ അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയോ ഈ മഹാത്മാക്കളുടെ ജീവിതത്തെ പറ്റിയോ ഇന്ത്യയുടെ ദേശീയ ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ ഇവർ വഹിച്ച സർഗാത്മകവും സാംസ്കാരികവുമായ പങ്കിനെ പറ്റിയൊന്നും ഒരു ധാരണയും ഇല്ലാത്തൊരു കുട്ടിക്കാലത്തെ ഒരു കുഞ്ഞ്, 4-4.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ആത്മാവിൽ അന്നേ പറ്റിക്കൂടിയ ഒരു ആശയമാണ് ഈ മഹത്വത്തെ സംബന്ധിക്കുന്ന, മഹത്വകാംക്ഷയെ സംബന്ധിക്കുന്ന ഒന്ന്. എൻ്റെ ഇതുവരെയുള്ള വായനയിലും ഞാൻ ഇതര പ്രാണനുകളെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമത്തിലും എനിക്ക് ഏറ്റവും ആദരവ് തോന്നിയിട്ടുള്ള ഗാന്ധിയെപ്പറ്റിയുള്ള സാധാരണ നമ്മൾ കേൾക്കുന്ന എല്ലാ വിയോജിപ്പുകളും വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ ഒരാൾ ഇന്ത്യ പോലുള്ള ഇത്രയും ജനസംഖ്യയുള്ള ഒരു ദേശത്ത് പിറന്നതിൽ കൂടിയാണ് ഞാൻ ഇന്ത്യക്കാരനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നത്. ഗാന്ധി പിറന്ന മണ്ണ് ആയതുകൊണ്ടുകൂടിയാണ്. അപ്പോൾ അതിൽ തുടരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഈ ഗ്രേറ്റ്നെസ്സിൻ്റെ, മഹത്വത്തിൻ്റെ എലമെൻറ്റുകളെ പതുക്കെ നിഷ്കാസനം ചെയ്യപ്പെടുന്നതായിട്ടും, നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിന് ഒരു ഗുരുനാഥ അതിനെ ചൂട്ടുപിടിക്കുന്നതായിട്ടും കാണുമ്പോഴുള്ള ഒരു ഇണ്ടൽ അതിഭീകരമാണ്. നമ്മളിങ്ങനെ പുഴുക്കളായി ചെതലുകളായി മാറുന്നല്ലോ എന്നുള്ളൊരു അതിഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഒബ്സഷൻ പോലെ, ഒരു ഭാവബദ്ധത പോലെ എൻ്റെ കൃതികളിൽ അറിഞ്ഞോ അറിയാതെയോ മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം വീണ്ടും വീണ്ടും വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ചെതലകളാൽ ദിഗ്വിജയം അടപ്പെട്ട ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഗാന്ധി എത്തുന്നു എന്ന് തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ നേരത്തെ സുഭാഷ് പറഞ്ഞല്ലോ, ഈ മഹാത്മാഗാന്ധിയുടെ സംഭാവന ഭയം ജനിപ്പിക്കുന്ന വാക്കുകളിൽ ചേർത്തുകൊണ്ട് അഭയഗംഭരങ്ങളാക്കി മാറ്റുക, അതാണ് ആ മോദി എന്ന പ്രയോഗത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അമോദി എന്നതിലേക്ക് എത്തുന്നത് ആ പരിസരത്ത് മാത്രമാണോ? ഞാൻ നോക്കുമ്പോൾ ജ്ഞാനസ്നാനമാണ്. അതും മറ്റൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട, കൂടുതൽ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം മാമോദിസയാണ്. മാ അമോദിയ എന്ന സിറിയൻ വാക്കാണ്, കുളിപ്പിക്കുക. അതാണ് മാമോദിസയുടെ ആ പദത്തിൻ്റെ ഉൽപ്പത്തിയോടെ തന്നെ. മാ ആമോദിയ അതിവിടെ പരാമർശിച്ചിട്ടില്ല, വായനക്കാരനായി ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അപ്പം മാ അമോദിയ എന്നതിലൊരു ആമോദിയാണ്, അമോദിയല്ല, ആമോദിയാണ്. അതിനിപ്പോൾ സിറിയൻ ആക്സെൻ്റ് എങ്ങനെയാണെന്ന് എനിക്ക് എൻ്റെ അറിയില്ല. പക്ഷെ ആമോദി എന്നാണ് നമുക്ക് പെട്ടെന്ന് വായിക്കുക. അപ്പോൾ അത് വന്നിട്ടുണ്ടോ ഇതിനകത്തേക്ക്? അതോ അത് കണ്ടിരുന്നോ? അതോ അറിയാതെ വന്ന് വിവരുന്ന ചില യാദൃശ്ചികതകളാണോ? സർഗാത്മകതയിൽ ഈ യാദൃച്ഛികതകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഒരുപക്ഷെ നമ്മൾ കൈവിട്ട വാക്ക് എന്നൊക്കെ നമ്മൾ പ്രയോഗമുള്ളത് അതുകൊണ്ട് തന്നെയാണ്. എഴുത്തുകാരൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞ ആശയം അത് തന്നെയാണ്. നമ്മൾ എഴുതപ്പെടുന്ന ആർഷപദം എന്നാണ് പഴയ കാലത്ത് സംസ്കൃതത്തിൽ ഇതിന് പറയുക. ആർഷപദം എന്ന് വെച്ചാൽ ഋഷിയുടെ വാക്ക് എന്നാണ് അർത്ഥം. ഋഷിത്വമുള്ള ഒരാൾ, അത് എന്നെപ്പറ്റി പറയുകയല്ല കേട്ടോ, ദയവായി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഋഷിത്വമുള്ള ആൾ, അത് ഋഷി ആണ് കവി എന്നാണ് പറയുക. ഋഷിത്വമുള്ള ഒരാൾ പ്രയോഗിക്കുന്ന ഒരു യഥാർത്ഥ വാക്ക്, ആ വാക്ക് പ്രയോഗിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾക്കപ്പുറം അതിൻ്റെ സർഗാത്മകമായ കാന്തി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ അമോദി എന്നുള്ള വാക്കിലേക്ക് ഞാൻ വന്നത് ശരിക്കും ദണ്ഡിയിലേക്കുള്ള, സബർമതിയിൽ നിന്നൊക്കെയുള്ള 240 മൈൽ ദൂരത്തിൽ 24 ദിവസം നീണ്ട യാത്രയാണ് ദണ്ഡി യാത്ര. 81 പേർ പങ്കെടുത്തിരുന്നു, 4 മലയാളികളുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് 12-ാം ദിവസം, അതായത് 24 ദിവസത്തിൻ്റെ കൃത്യം മധ്യത്തിൽ വരുന്ന സ്ഥലത്തിൻ്റെ പേര് അമോദ് എന്നാണ്. അമോദ് എന്നാണ്. ആ അമോദ് എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് ഞാൻ സൃഷ്ടിച്ചതല്ല, ചരിത്രത്തിലുള്ളതാണ്. അത് ദണ്ഡി മാർച്ചിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ അമോദ് എന്നുള്ള സ്ഥലത്തിലൂടെ കടന്നു പോകണമോ വേണ്ടയോ എന്ന് ദണ്ഡി യാത്രയുടെ തലേ ദിവസങ്ങളിൽ പോലും ചർച്ചയുണ്ടായിരുന്നു. അവർ ഒന്ന് റൂട്ട്, അവരുടെ പദസഞ്ചലനത്തിൻ്റെ റൂട്ടൊന്ന് മാറ്റിയാലോ എന്ന് ആലോചനയുണ്ട്. കാരണം അമോദ് എന്നുള്ള ഗ്രാമം, വില്ലേജ് ഏറ്റവും അധികം മുസ്ലിങ്ങൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പം അന്ന് ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും നിർഭാഗ്യവാനായ ഗാന്ധി ഒരേപോലെ എതിർപ്പ് നേരിട്ടിരുന്നു അറിയാലോ, ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ഇവിടെ ഗാന്ധിയുടെ അനുചരന്മാരിൽ കുറേ പേര് പറഞ്ഞു നമുക്ക് അമോദ് കൂടി കടന്നു പോകേണ്ട, ഒരു പക്ഷേ വലിയ എതിർപ്പ് പോവാം. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ പോലീസിൻ്റെ ആക്രമണമാണ് അവർ പ്രതീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം. ഗാന്ധി അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അമോദിൽ നിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപമാനമോ അല്ലെങ്കിൽ ഒരു മാർഗ തടസ്സമോ ഉണ്ടായേക്കാം എന്നൊരു സൂചന കൂടി ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഉറപ്പിച്ച് പറഞ്ഞു വേണ്ട,
നമ്മൾ അമോദിലൂടെ തന്നെ കടന്നു പോകും. ആ സൂചനകൾ സ്വപ്നത്തിൽ വരുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് വെടിവെച്ച് വീഴ്ത്താൻ പറ്റുന്ന ഗണ്ണ്, അതെ. മുറിവേറ്റ് കിടക്കുന്നത്, മരിക്കുന്ന സ്വപ്നം, അങ്ങനെ പലതും സ്വപ്നങ്ങളിലൂടെ അത് പരാമർശിക്കുന്നുണ്ട്. അമോദ് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ മഹാത്മാഗാന്ധി കടന്നുപോയി എന്ന് പിന്നീട് ചരിത്രം പറയുന്നു. അവിടെ ഒരു എതിർപ്പും ഉണ്ടായില്ല എന്ന് പറയുന്നു. അത്തരം ഒരു യുഗപുരുഷൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വീകരിക്കാനും യാത്രയാക്കുവാനുമുള്ള ഒരു മാനസിക സംസ്കാരം അവിടെയുള്ളവർക്ക് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാം. അതിൽ നിന്നാണ് അദ്ദേഹത്തിനെ എതിർത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാദത്തിൽ, നടത്തത്തിലുണ്ടായിരുന്ന പാദത്തിലൊരു മുറിവ് പരിചരിക്കാനും ശുശ്രൂഷിക്കുവാനും വേണ്ടി അവിടെ ഒരു മുസ്ലിം ഭിഷഗ്വരൻ കൂടി ഉണ്ടായിരുന്നു എന്നൊരു അധിക സങ്കല്പം ഞാൻ കൂട്ടിച്ചേർത്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ കഥയുടെ അവസാനം. 3 പദങ്ങളാണ് ഗാന്ധി നേരത്തെ പറഞ്ഞ പോലെ. അസ്തേയം എന്ന് പറഞ്ഞാൽ മോഷണം അരുത് എന്നാണ്. സ്തേയം എന്നുള്ള വാക്കിന് മോഷണം എന്നാണ് അർത്ഥം. അസ്തേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കരുതെന്നാണ്. അപരിഗ്രഹം എന്ന് വെച്ചാൽ, പരിഗ്രഹം എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കലാണ്. അപരിഗ്രഹം എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കരുത് എന്നാണ്. അഹിംസ, ഹിംസിക്കരുതെന്നാണ്. ഗാന്ധിയുടെ അഹിംസ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൊല്ലലിൽ മാത്രം ഉദ്ദേശിക്കുന്നതല്ല. മോശം ഒരു വാക്ക് പ്രയോഗിക്കുന്നത് പോലും അഹിംസയാണ് ഗാന്ധിക്ക്. അങ്ങനെ 3 അഭയപദങ്ങൾ ആ എന്നൊരു പ്രശ്ലേഷം കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ച മഹാത്മാഗാന്ധി ഒരുപക്ഷെ അന്നേ അമോദ് എന്നുള്ള ആ സ്ഥലത്തിൽ നിന്ന് ഒരു 4ാമത്തെ ഒരു അകാരാദി ശബ്ദം ഉണ്ടാക്കിയിരിക്കാമെന്ന് തോന്നിയത് മാത്രമാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴാണ് ഈ മാമോദീസയും ഇതായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. അമോദിയിൽ ഒരു മാമോദീസ എന്നുള്ള വാക്കിൻ്റെ ഒരു ധ്വനി അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ നിമിഷത്തിൽ മാത്രമാണ് തിരിച്ചറിയുന്നത്. പക്ഷേ ജ്ഞാനസ്നാനം എന്ന പേര് അതിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ ഒരു ഓർമ്മ എന്നിലുണ്ട്. കാരണം മഹാത്മാഗാന്ധിയെ നമ്മൾ ഹിന്ദു മുസ്ലിം രാഷ്ട്രത്തിൻ്റെ ക്ലാഷായിട്ടാണ് ഇതിനെ പലവട്ടം ചരിത്രകാരന്മാരും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെ കാണിച്ചു തരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൂർവ്വ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. മഹാത്മാഗാന്ധി എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ വള്ളത്തോൾ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനങ്ങളെപ്പറ്റി പല മട്ടിൽ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ആദ്യം പറയുന്ന വാക്ക് ക്രിസ്തുവിൻ എന്നാണ്. അറിയാലോ, ക്രിസ്തുവിൻ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള ഭക്തിയും മുഹമ്മദിൻ സ്ഥൈര്യവും എന്നാണ്. മുഹമ്മദിൻ്റെ സ്ഥൈര്യം ഏറ്റവും അവസാനം, ക്രിസ്തുവിനെ ഏറ്റവും ആദ്യമാണ് ഗാന്ധിയെ പറ്റി എൻ്റെ ഗുരുനാഥൻ എന്ന ഒരു മഹാകവി കേരളത്തിൽ നിന്ന് എഴുതിയപ്പോൾ ആദ്യം ഉപയോഗിച്ച മഹാത്മാവിൻ്റെ പേര് ക്രിസ്തു എന്ന് തന്നെയാണ്. അത് നേരിട്ട് നമുക്കറിയാവുന്ന പോലെ ഒരു ഇടത് കവിളിൽ അടിച്ചാൽ വലത് കവിൾ കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ ഒരു യഥാർത്ഥ ഇന്ത്യൻ പിൻഗാമിയായിരുന്നു മഹാത്മാഗാന്ധി എന്നറിയാം. അപ്പോൾ മഹാത്മാഗാന്ധിയെപ്പോലെ ഒരു പ്രാണനെ മാമോദിസ മുക്കുവാൻ സാധാരണ മാമോദിസ തൊട്ടി മതിയാവുകയില്ല. ഒരു കടൽ തന്നെയും മാമോദിസ തൊട്ടിയായിട്ട് വേണം. ഇപ്പോൾ ദണ്ഡി കടൽപ്പുറത്ത് അദ്ദേഹം ഉപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് മുങ്ങിക്കുളിച്ചിട്ടുണ്ടാകുമെന്നും രാവിലെ പുലരിക്കുളിയിൽ വെച്ച് ഈ കടലിനെ തന്നെ ഒരു മാമോദിസ തൊട്ടിയാക്കുന്ന ഒരു രാസപരിവർത്തനം ഗാന്ധിയിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്നും, അപ്പോൾ ഒരു ദളിതനും ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പുകല്ലുകൾ പോലെ 3 വശത്ത് ഉണ്ടായിട്ടുണ്ടാകുമെന്നും, ഉപ്പിനെ സംബന്ധിക്കുന്ന ഒരു വലിയ സത്യം മഹാത്മാഗാന്ധി എങ്ങും പറഞ്ഞിട്ടില്ല, ഗാന്ധിയെ പറ്റിയുള്ള പുസ്തകങ്ങളിൽ എവിടെയും ഇല്ല. ഗാന്ധിയായ അരണ്ട വെളിച്ചത്തിൽ ഈ 3 കുട്ടികളോട് മാത്രമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമെന്നും, ആ പറഞ്ഞു കൊടുത്തുള്ള സത്യം എന്താണെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും ആലോചിച്ചൊരു ധ്യാനത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഉപ്പിനെ പറ്റിയുള്ള ഒരു അധിക മാനം ആ കഥയിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. അതിപ്പോൾ ജീവനിൽ നിന്നല്ല, ചൂടുവെള്ളം വേണം, ചൂടുവെള്ളം കിട്ടുമെങ്കിൽ ജീവനിൽ നിന്നല്ലാതെ ഉള്ള, ഇപ്പോൾ സസ്യങ്ങളായാലും വേറെന്തായാലും ജീവനിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ജീവനിൽ നിന്നല്ലാതെ ഉള്ള ഒന്ന്, അങ്ങനെയാണ് അല്ലേ, അങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്. അതാണ് ഉപ്പ്. പക്ഷെ വെള്ളം ജീവനുള്ളതാണെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ജീവൻ്റെ ഉൽപ്പത്തി, ജീവൻ്റെ തുടക്കം. ഇപ്പം നമ്മൾ അന്യഗ്രഹങ്ങളിലേക്ക് പോകുമ്പം ജീവനുണ്ടോ എന്ന് പറയുന്നത് ആദ്യത്തേത് വെള്ളമുണ്ടോ എന്ന് നോക്കലാണ്. അപ്പം ജീവനും വെള്ളവും തമ്മിലുള്ള മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അതുകൂടി ഒരു കണ്ടിട്ടുണ്ടോ അതിനകത്ത്? ഇത് പറയുമ്പോൾ തന്നെ ഉപ്പിലേക്കൊരു ജീവൻ കയറുന്നത്. അതിൽ പറയുന്നുണ്ട്, സമരത്തിലേക്ക് മനുഷ്യത്വത്തെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് കൂടി വരുമ്പോൾ. അപ്പോൾ അതൊരു വലിയ വ്യാഖ്യാനമാണ്. ഉപ്പ് സത്യാഗ്രഹത്തോടുകൂടി സ്വാതന്ത്ര്യ സമരത്തെ കുറെ കൂടി മാനവികമായ തലങ്ങളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവനുള്ളതിൽ നിന്നല്ലാതെ എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജീവനുമായി വല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒന്നിൽ നിന്ന് രൂപം കൊള്ളുന്ന ഉപ്പ്, ആ ഉപ്പ് ഒരു പ്രതീകമായി വരികയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് വായനക്കാരന് വായിച്ചെടുക്കാമല്ലോ.
തീർച്ചയായിട്ടും. അത് ഈ മഹാത്മാഗാന്ധി മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്ന 3 പ്രാഥമിക സംഗതികളിൽ വരുത്തിയ വലിയ വിപ്ലവത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആഴം കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഓഫീസിനെയോ വീടിനെയോ ആശ്രമം എന്ന് പേരിട്ട ആളാണ് മഹാത്മാഗാന്ധി. ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും, ഒരു സന്യാസിയോ ഒരു ഭിക്ഷുവല്ല. തൻ്റെ ഓഫീസിന് അല്ലെങ്കിൽ താൻ താമസിക്കുന്ന വീടിന് ആശ്രമം എന്ന് പേരിട്ട ആളാണ്. ആശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമൽ ആവശ്യങ്ങളുള്ള ഒരു വീടാണ്, അതിൻ്റെ ഘടന കൊണ്ടും അതിൻ്റെ എല്ലാം കൊണ്ടും. അതുപോലെ വസ്ത്രം എന്നുള്ള പ്രാഥമിക ആവശ്യത്തെപ്പറ്റി മഹാത്മാഗാന്ധി മനസ്സിലാക്കിയത് ചമ്പാരനിലെ നീലം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ പ്രധാന സത്യാഗ്രഹ ഒരു സമരം അതാണ്. അപ്പോൾ നീലം എന്ന് വെച്ചാൽ വസ്ത്രത്തെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. മഹാത്മാഗാന്ധിയുടെ സ്വയം സഫാരി സൂട്ടൊക്കെ ഇട്ട് നടക്കാവുന്ന ഒരു മനുഷ്യൻ, ബാരിസ്റ്ററായിരുന്ന ഒരു മനുഷ്യൻ, ഇംഗ്ലണ്ടിലും മറ്റ് വിദേശങ്ങളിലൊക്കെ പഠിച്ചൊരു മനുഷ്യൻ, ജീവിച്ചൊരു മനുഷ്യൻ ഈ ലഘു വസ്ത്രത്തിലേക്ക് മാറിയതിൻ്റെ പിന്നിൽ ഈ മിനിമലിസം ഉണ്ട് വസ്ത്രത്തിലും. അപ്പോൾ പക്ഷെ ആഹാരം, പാർപ്പിടം, വസ്ത്രത്തിലെ ഈ ആഹാരത്തിൽ അദ്ദേഹം കാണിച്ച മിനിമലിസം എന്താണെന്നുള്ളത് ഒരു ആലോചനാ വിഷയമായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു പശുവിൻ്റെ പാല് വേണ്ട, എനിക്ക് ആടിൻ്റെ പാല് മതി എന്ന് അദ്ദേഹം ദുർവാശി എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട ഒരു പിടിവാശി കാണിച്ചപ്പോൾ അദ്ദേഹം ഈ എല്ലാവരും ഭാവിയിൽ ഈ പശു ഒരു അപകടകരമാകുമെന്നും അതുകൊണ്ട് ഞാൻ ആടിനെ തന്നെയാണ് അതിൻ്റെ മിനിമൽ സംഗതിയെ എനിക്ക് മതിയെന്ന് വിചാരിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത് സത്യമാണെന്നില്ല, എൻ്റെ ഒരു കുസൃതി ഭാവന മാത്രം. പക്ഷേ ആടിനെ മതി എന്ന് പറഞ്ഞ് ഭക്ഷണത്തിനെ അങ്ങനെ മിനിമലാക്കിയതിനും അപ്പുറത്തേക്ക് ഭക്ഷണത്തെ സംബന്ധിക്കുന്ന ഒരു സത്യം, ഒരു ഋഷിത്വത്തോടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിഞ്ഞിട്ടുണ്ടാകാം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഉപ്പ് സത്യാഗ്രഹം, വൈ സോൾട്ട് എന്നുള്ളൊരു ആശയം. എന്തുകൊണ്ട് ഉപ്പിനെ പിടിച്ചു? ഉപ്പ് ഏറ്റവും നിസ്സാരമായ വസ്തുവാണ് അന്നും ഇന്നും, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്ക് അറിയുമായിരിക്കെ തന്നെ അത് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നൊരു വസ്തുവാണ്. അപ്പോൾ ഗാന്ധി ഉപ്പിൽ തൊട്ടത്, അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞ ഒരു ഭാഗവതത്തിലാണെന്ന് തോന്നുന്നു, ഒരു ശ്ലോകത്തിൻ്റെ ഭാഗത്തിൽ ജീവോ ജീവസ്യ ജീവനം എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ജീവോ ജീവസ്യ ജീവനം എന്ന് വെച്ചാൽ ജീവനുള്ള എല്ലാം ഇതര ജീവനുകളെ തൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്, ജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ സസ്യബുക്കാണെന്ന് കരുതുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ സസ്യങ്ങൾ ജീവനുള്ളവയാണ് തെളിയിക്കപ്പെട്ടതോടെ നമ്മളും ഹിംസ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചുക്ക്, മല്ലി, മുളക്, കരിവേപ്പിലൊക്കെ ഈ ജീവനിൽ നിന്ന് തന്നെ നിഷ്പാദിപ്പിക്കുന്ന സംഗതികളാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ജീവൻ ഉള്ള എല്ലാ ജന്തുക്കളും കഴിക്കുന്ന എല്ലാ വസ്തുക്കളും ഇതര ജീവനുകളിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അമ്മാവൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാനന്ന് അത്ഭുതത്തോടെ, ശരിയാണല്ലോ, ഞാൻ അതിനകത്തല്ലാത്ത കുറേ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടലോടെ മനസ്സിലാക്കിയത്, ഉപ്പ് ഒരു ജീവനുമായിട്ട് ബന്ധമില്ല. അങ്ങ് പറഞ്ഞതുപോലെ കടൽ എന്ന് പറയുന്ന ജീവൻ്റെ ഈറ്റില്ലമായിട്ടുള്ള ജലത്തിൻ്റെ ഒരു വലിയ മഹാബ്ധി, ഒരു മഹാസാഗരത്തിൻ്റെ പ്രധാന കണ്ടൻ്റാണ് വെള്ളം. കാരണം വെള്ളം കടലിൻ്റെ മാത്രമല്ല, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും 70% വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70-ലധികം ശതമാനം, 80% ജലം, വെറും വെള്ളം മാത്രമാണ് നമുക്കറിയാം ഓരോ കോശങ്ങളെടുത്ത് നോക്കുമ്പോൾ. അങ്ങനെ ജലം എന്ന് പറയുന്ന ഒരു ആധാരമായിട്ടുള്ളൊരു വ്യവസ്ഥയിൽ ഉപ്പ് എന്ന് പറയുന്ന ഒരു ലവണാംശം കലർത്തിയിട്ടാണ് കടലിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സർഗാത്മകതയിൽ എന്നതുപോലെ അതിനകത്തൊരു ലവണം എന്നുള്ള വാക്കിൽ ലാവണ്യത്തിൻ്റെ ഒരു അംശം ഉണ്ടാകും നിർമ്മിതിയിൽ. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്നുള്ള ആലോചനയിൽ ആദ്യം കത്തിയ ആശയം ഉപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളതാണ്. കാരണം മറ്റ് ജീവജാലങ്ങൾക്ക് ഉപ്പ് വേണം, പക്ഷെ സോഡിയം എന്നുള്ള കണ്ടൻറ്റിനെ നമ്മൾ ഇതര ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. ഉപ്പായിട്ട് നേരിട്ട് ഉപയോഗിക്കുന്നില്ല ഒരു ജന്തുവും. മനുഷ്യൻ മാത്രമാണ് ഉപ്പിനെ ഉപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉപ്പിൽ ഈ പറഞ്ഞ പഴയ ഒരു വ്യവസ്ഥയെ അതിലംഘിക്കുന്ന ഒരു നിയമലംഘനമുണ്ട്. അതായത് ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്ന ഒരു പൂർവ്വകാലത്തിൻ്റെ ഒരു നിയമത്തെ, ജന്തുശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ഒരു സിദ്ധാന്തത്തെ ലംഘിക്കുന്ന ഒന്ന് മഹാത്മാഗാന്ധിയുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത്. ഗാന്ധി ഇത് എങ്ങും എഴുതിയിട്ടില്ല. ഞാൻ സബർമതി ആശ്രമത്തിൽ പോയിട്ടുള്ള സന്ദർഭത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ, ബൈ ഗാന്ധിയും ഓൺ ഗാന്ധിയുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവിടെ റെഫർ ചെയ്തു. കൂടുതലും ഗുജറാത്തി ഭാഷയിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കുറേ അതിൻ്റെ ഇൻഡെക്സ് വൈസ് ഞാൻ സോൾട്ട് നോക്കി ഇൻ്റർനെറ്റിൽ സോൾട്ട് അടിച്ചിട്ട് ഇതിനെ ഗാന്ധി എങ്ങനെയാണ് കണക്ട് ചെയ്തത് നോക്കി. പക്ഷേ അതൊന്നും എവിടെയും ഇല്ല. അപ്പോൾ ഇത് ഒരു ഇത്രയും കാലത്തിന് ശേഷം ഒരു എഴുത്തുകാരൻ്റെ മനസ്സിലെന്നതുപോലെ
മഹാത്മാവിൻ്റെ മനസ്സിലും അന്ന് സ്വാഭാവികമായിട്ട് അത് ഒരു കണ്ടെത്തൽ ആയിട്ട്, ഒരു ഇൻഡ്യൂഷനായിട്ട്, ഒരു ഉൾവിളിയായിട്ട്, ഒരു ജ്ഞാന പ്രകാശനമായിട്ട് ഉള്ളിൽ തെളിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടുകൂടിയാണ് ജ്ഞാനസ്നാനം എന്ന പേര്, കടലിൽ ഉള്ള കുളിക്ക് ജ്ഞാനസ്നാനം എന്നുള്ള പേര് കൊടുത്തത്. അതായത് ഇന്ത്യൻ സൈക്കിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗാന്ധിയുടെ ഒരു പ്രത്യേകത. അതിപ്പോൾ പറഞ്ഞ പോലെ ഉപ്പും അതിൻ്റെ ഒരു പ്രതീകമാണ്. അന്ന് ഗാന്ധിയും കേട്ടിട്ടുണ്ട്, ഉപ്പ് കുറുക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന കേവല യുക്തിയുടെ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പായി ഗാന്ധിയും അന്ന് നേരിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രൻ്റെ കഥാകാലം പോലെയുള്ള ഏകദേശം സമാനമായൊരു കാലം മാത്രമേ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 15-ലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ആഫ്രിക്കയിൽ നിന്ന്. 48-ൽ മരണപ്പെട്ടു. കഷ്ടി 32 വർഷത്തെ ഒരു ജീവിതമാണ്. 32 വർഷത്തെ ജീവിതത്തിൽ നിന്നാണ് ഈ നാടിനെ ആകെ, ലോകത്തിനാകെ പുതിയ രൂപങ്ങൾ നൽകിയത്. അതിൽ ഞാനിപ്പോൾ സുഭാഷ് പറഞ്ഞപ്പോൾ ഓർത്തൊരു ഭാഗം, അപ്പോൾ തിലകൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സമരരൂപം വേണം? അപ്പോൾ ഗാന്ധിയുണ്ട്, നെഹ്റു, ആസാദ്, ജിന്ന, ഇവരെല്ലാവരും ഉണ്ട്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർ പറഞ്ഞു നാളെ എല്ലായിടത്തും പണിമുടക്കം വേണം, പ്രക്ഷോഭം വേണം. വളരെ ശക്തമായി വിദ്യാർത്ഥികൾ സ്കൂൾ ഇറങ്ങണം, തൊഴിലാളികൾ പണിശാലകൾ വിട്ടിറങ്ങണം, അഭിഭാഷകർ കോടതി വിട്ടിറങ്ങണം. അങ്ങനെ വലിയ വാദങ്ങളാണ്. അപ്പോൾ എല്ലാ വാദങ്ങളും കഴിഞ്ഞപ്പോൾ എന്താ ഗാന്ധി, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ മഹാത്മാഗാന്ധി പറയും, എൻ്റെ അഭിപ്രായം ഇന്ത്യക്കാർ ഒരു ദിവസം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ആള് തിലകൻ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തായി പറയുന്നത്? വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണോ? അപ്പോൾ ആസാദാണോ ജിന്നയാണോ എന്ന് ഓർക്കുന്നില്ല, ഒരു ചോദ്യം ചോദിക്കും. ഗാന്ധി, മിസ്റ്റർ ഗാന്ധി, നിങ്ങളൊരു പണിമുടക്കമാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഗാന്ധിയുടെ മറുപടി, എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളൂ. കാരണം നിങ്ങൾ ഇന്ന് പണിശാലയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് നമ്മൾ വിസ്തീരിക്കണം, ലേഖനം എഴുതണം, പ്രസംഗിക്കണം, കാര്യങ്ങൾ വിസ്തീരിക്കണം. ഇന്ത്യൻ സൈക്കിൾ നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരും പണിക്ക് പോവില്ല. അതാണ് ഇന്ത്യയുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ. അതാണ് നേതൃത്വത്തിൻ്റെ ഗുണം. വ്യക്തികൾ മഹാത്മാക്കളാകുന്നത് കാലത്തെ തിരിച്ചറിയുകയും മൂർത്തമായി മനസ്സിലാക്കുകയും അതിന് പറ്റുന്ന മൂർത്ത മുദ്രാവാക്യങ്ങൾ, അതിന് പറ്റുന്ന മൂർത്ത രൂപങ്ങൾ ഇത് ആവിഷ്കരിക്കുമ്പോഴാണ് വ്യക്തികൾ കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. ഇതിൽ പറയുന്നുണ്ട്, മടിച്ചു വെച്ച് വീണ്ടും മരിച്ചാലും ആ ഉള്ളിലുള്ള കൽക്കരിയേക്കാൾ വലിയ തീ അത് ജനതയെ പുറകോട്ട് കൊണ്ടുപോകുന്ന ജ്ഞാനസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് ഞാൻ വേറെ തരത്തിൽ വായിച്ചെടുക്കുകയാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ വിശ്വങ്കരൻ, അതിൽ എനിക്ക് ചില വിമർശനങ്ങളുണ്ട്, ഞാൻ പുറകെ വരാം. അതിൽ ഈ ദ്വന്ദ്ം വരുന്നുണ്ട്, ഇത് മുസ്ലിം ഹിന്ദു, അവിടെയും കഥയിലും വരുന്നുണ്ട്. അപ്പം അതിൽ ഈ പറഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു, നമ്മൾ സിനിമ ഇപ്പോൾ വാൻഗോഗിൻ്റെ ചിത്രത്തെ ആസ്പദമാക്കിയുള്ള സുഭാഷിൻ്റെ മനോഹരമായ ഒരു കഥയുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഇത്തയുടെ. പണ്ട് ഡ്രീംസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിൽ വാൻഗോഗിൻ്റെ ഒരു പെയിൻറ്റിങ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെയിൻറ്റിങ് പെട്ടെന്ന് സ്ക്രീൻ അങ്ങ് നിറയാണ്. എന്നിട്ട് പെയിൻറ്റിങ്ങിലെ രൂപങ്ങൾ പെട്ടെന്ന് ചലിക്കുന്ന കഥാപാത്രങ്ങളായി മാറുകയാണ്. ഒരു മനോഹരമായ ഒരു രംഗമായിരുന്നു. അതേപോലെയാണ് ഈ വിശ്വങ്കരൻ്റെ, എനിക്ക് തോന്നുന്നു ഞാഞ്ഞൂലുകളെ പോലെ അല്ലേ അത് വെച്ചിട്ട് ആ നെറ്റിയിൽ നിന്ന് അടർന്നു വീഴുന്ന ആ വിയർപ്പ് നരച്ച പുരികങ്ങളിലൂടെയും ഇമകൾ പോലും വെളുത്ത കണ്ണിമകളിലൂടെയും കറങ്ങി, സമയായോ, കറങ്ങി അത് നേരെ ഇങ്ങനെ കറങ്ങി താടിയുടെ അറ്റത്ത് വന്ന് നിന്നപ്പോൾ സൂര്യൻ്റെ അതിലേക്കുള്ള പ്രതിഫലനം ലീല കാണുന്നു. അതിൽ നിന്ന് കൃത്യമായി ആ മുറിവിലേക്ക് വീഴുന്നു. യഥാർത്ഥത്തിൽ ആ വീഴുന്നതൊരു ഉപ്പാണ്. മനുഷ്യൻ്റെ വിയർപ്പിൽ ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ ആ ഉപ്പ് വീഴുമ്പോൾ ഗാന്ധിയിൽ നിന്ന് എന്ന ആ മുറിവിലേക്കൊരു ഉപ്പിൻ്റെ വിയർപ്പിൻ്റെ തുള്ളി വീഴുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു പ്രതികരണമായിട്ടാണ് എന്ന് വരുന്നത്. പക്ഷെ ഗാന്ധി എന്ന് മൗനവ്രതത്തിലാണ്. പക്ഷെ ലീല വായിച്ചെടുക്കുന്നത് ഓം എന്നാണ്. അതൊരു വല്ലാത്തൊരു വായനയല്ലേ? ഒരു മുസ്ലിം വിശ്വങ്കറിൽ നിന്ന് ഈ രൂപത്തിലൊരു വരുമ്പോൾ അതിനെ ഓം എന്ന് എങ്ങനെയാണ് ലീല വായിച്ചെടുക്കുന്നതെന്ന് പിന്നീടും അതിമനോഹരമായ ഒരു രംഗമാണത്. നമുക്കൊരു സ്ക്രീനിൽ കാണുന്ന പോലെ മനോഹരമായി കാണാവുന്നതാണ്.
അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങൾക്കുള്ള വാതിലുകൾ അറിയാതെ തുറന്നിടുന്നുണ്ടോ എന്ന ഒരു സംശയം. തീർച്ചയായിട്ടും ബോധപൂർവമാണ് അത് ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ രാമൻ അല്ല ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന രാമൻ എന്ന് നമുക്കറിയാവുന്നതുപോലെ മഹാത്മാഗാന്ധിയുടെ ആധ്യാത്മിക സങ്കല്പങ്ങളല്ല ഇന്ന് ദുരുപയോഗം ചെയ്യുന്ന ആധ്യാത്മിക അല്ലെങ്കിൽ മതാത്മകമായ സങ്കല്പങ്ങൾ. എൻ്റെ ഇടത് കണ്ണും വലത് കണ്ണുമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതിൽ ആ യൗകികം ആണ്, ഇത് രണ്ടും ചേർന്നുള്ള യൗകികമാണ് മഹാത്മാഗാന്ധിയിലെ മനുഷ്യസങ്കല്പമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആദർശവാചകമായിട്ട് അദ്ദേഹം സ്വയം കൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ വേർപ്പിൻ്റെ ഉപ്പ്, മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുന്നതിലേക്ക് വരുന്നതിൻ്റെ മറ്റൊരു വശം കഥ കാണിച്ചു തരുന്നത് മനുഷ്യരിൽ കണ്ണീരിലും എല്ലാ സ്രവങ്ങളിലും ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. രക്തത്തിൽ, കണ്ണീരിൽ, വേർപ്പിലെല്ലാം ഉപ്പാണ് കൂടുതലുള്ളത്. അപ്പോൾ തൻ്റെ രാമരാജ്യം സ്വപ്നം കാണുന്ന അത്തരം ഒരു ആധ്യാത്മിക ജീവിതം കൂടിയുള്ള ഒരു മഹാത്മാവിൻ്റെ രക്തത്തിൻ്റെ ഉപ്പിലേക്ക് ഒരു മുസൽമാൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് കലരുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഉപ്പിൻ്റെ പരമ്പൊരുൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബക്കി മുഹമ്മദ് ഇർഷാദ് കുറച്ചുകൂടി മനോഹരമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അനന്തമായിട്ടുള്ള ഒരു മരുഭൂമിയിലൂടെ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പാതിരാത്രി ദിക്കറിയാതെ മുട്ടിപ്പോയൊരു സന്ദർഭത്തിൽ നടക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടു അത്രേ. അപ്പം അദ്ദേഹം പറയുന്നത് നമ്മൾ നാട്ടിൽ കാണുന്ന പൂർണ്ണചന്ദ്രൻ പോലെയല്ല, വലിയൊരു പൂർണ്ണചന്ദ്രനാണ്. അത് ഈ അന്ധകാരത്തിൽ പൂർണ്ണമായ നിലാവ് വരുത്തിക്കൊണ്ട് ഈ വിജനതയിൽ മരുഭൂമിയിൽ ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്ന സന്ദർഭത്തിൽ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി എന്ന് പറയാനായിട്ട്, ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയും അടുത്ത വാചകം എനിക്ക് അനൽ ഹക്ക് അഹം ബ്രഹ്മാസ്മി എന്ന പൊരുളുകളുടെ അർത്ഥം പെട്ടെന്ന് തെളിഞ്ഞു കിട്ടിയെന്നാണ്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് അനൽ ഹക്ക്, അത് ഇസ്ലാം മതത്തിൻ്റെ ഈ പരമ്പൊരുളിനെ പറ്റിയുള്ള അവരുടെ ഒരു സങ്കല്പമാണ്. അഹം ബ്രഹ്മാസ്മി സമാനമായ ഒന്നാണ്. ഈ രണ്ട് ആശയങ്ങളുടെയും ആ പൊരുള് തനിക്ക് കിട്ടിയത് ഈ പൂർണ്ണചന്ദ്രോദയം കണ്ട രാത്രിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന അശ്വിൻ ശേഖർ എന്ന് പറയുന്നൊരു ഉൽക്കാശാസ്ത്രജ്ഞൻ തൊട്ട് മുമ്പ് രാകേഷ് ശർമ്മ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെ കണ്ട സന്ദർഭത്തെപ്പറ്റി എന്നെ വിളിച്ച് പറഞ്ഞത് രാകേഷ് ശർമ്മയോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് തോന്നിയത് അവിടെ പോയിട്ട് ഈ ഭൂമിയെ നീലഗ്രഹത്തെ കണ്ടപ്പോൾ തോന്നിയത് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കണ്ടപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞ ആദ്യത്തെ വാചകം, നമ്മൾ കേട്ടുള്ള വാചകം ഇന്ദിരാഗാന്ധിയോട് സാരേ ജഹാൻസെ അച്ച എന്ന് പാടിയെന്നാണ്. അത് ഈ എല്ലാ അധികാര സ്ഥാപനങ്ങളും സൃഷ്ടിക്കുന്ന തിരക്കഥയുടെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ രാകേഷ് ശർമ്മ പറഞ്ഞത്, ഇത് എനിക്ക് തോന്നിയത് ഈ അതിർത്തികൾ തിരിക്കുന്ന ഈ ക്ഷുദ്രനായ മനുഷ്യൻ്റെ കീടത്വത്തെപ്പറ്റി എനിക്ക് പുച്ഛം തോന്നിയെന്നാണ്. കാരണം ഇതിങ്ങനെ പരപ്പില്ലാതെ പ്രപഞ്ചം, ഒരു തരത്തിലുള്ള മതിലുകളും അതിർത്തികളും വ്യവച്ഛേദങ്ങളും ഇല്ലാത്ത മഹാപ്രപഞ്ചത്തെ നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ ഈ ചെറിയ ചെറിയ അതിർത്തികളെ പറ്റിയുള്ള നമ്മുടെ മനുഷ്യൻ്റെ ആ ചെറുപ്പത്തെപ്പറ്റി, ആ ക്ഷുദ്രത്വത്തെപ്പറ്റി എനിക്കൊരു ബോധമുണ്ടായി എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇതിനെ മുഴുവനുമായിട്ടും സംഗ്രഹിക്കുന്ന ഒരു പൊരുൾ ആയിട്ടാണ് നമ്മൾ ഈ ഓങ്കാരത്തെ നമ്മൾ ഇന്ത്യക്കാർ പണ്ട് കാലം പോലെ മനസ്സിലാക്കിയിട്ട്. ഒരു പക്ഷേ മറ്റേതെങ്കിലും മതങ്ങൾ ലോകത്തുണ്ട് എന്ന് അറിയുന്നതിന് എത്രയോ മുമ്പ് ഈ നമ്മുടെ ഒരു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക രീതി, ഒരു ജീവിത രീതി അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള മതങ്ങൾ, ഇതര മതങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാത്തൊരു കാലത്ത് പോലും ഈ ഓം എന്ന് പറയുന്ന പൊരുള് ഭൂമി കറങ്ങുന്നൊരു ശബ്ദമായിട്ടൊക്കെ പിന്നീട് വ്യാഖ്യാനിച്ച് വഷളാക്കിയിട്ടുണ്ടെങ്കിലും ആ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിൻ്റെ ഉൾപ്പൊരുൾ എന്ന് പറയുന്ന ഈ സർവ്വതിനെയും സമാശ്ലേഷിക്കുന്ന ഏകതയെ പറ്റിയുള്ളൊരു സങ്കല്പമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ പ്രാണികളും ഒരൊറ്റ വ്യവസ്ഥയുടെ ഭിന്നഭാവങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു തിരിച്ചറിവായിരുന്നു അത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഗാന്ധിയുടെ മുറിവിൽ വീഴുന്ന ഉപ്പിനെ അദ്ദേഹം ഓങ്കാരമായിട്ട് താൻ അറിയാതെ പരാവർത്തനം ചെയ്യുന്നത്. ഞാനത് ഈ പറഞ്ഞ ഭാഗങ്ങളോട് യോജിച്ചു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല വ്യാഖ്യാനങ്ങൾക്കും ഇടയുള്ള ഒന്നായി മാറാമല്ലോ എന്ന ഒരു ആശങ്ക. ഓങ്കാരത്തെയും രാമൻ്റെ കഥയെയും കൃഷ്ണൻ്റെ കഥയെയും ഹിന്ദു മിഥോളജിയെയും എല്ലാം ഏതെങ്കിലും ഒരു ആളുകൾക്ക് മാത്രം തീരെഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മുഴുവൻ ഇന്ത്യക്കാരുടേതുമാണ്, എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് ഭയന്നിട്ട് ഇതൊന്നും പറയാതിരുന്നാൽ ഫലത്തിൽ വരാൻ പോകുന്ന ഇത് മുഴുവൻ അവരുടേതായി മാത്രം ആയിത്തീരുക എന്ന ഒരു ദുരന്തം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഗാന്ധിയെപ്പറ്റി പറയുന്നത് പോലെ ഇപ്പോൾ രാമായണത്തിൻ്റെ പൊരുൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. രാമായണത്തിൻ്റെ പൊരുൾ രാമന് വരുന്ന അധികാരം കിട്ടുമ്പോൾ രാമന് വരുന്ന അപഭ്രംശത്തെക്കുറിച്ചുള്ളതാണ് വാത്മീകിയുടെ കഥ. രാമസ്യ അയനം എന്ന് പറഞ്ഞാൽ സൂര്യവംശജനായിട്ടുള്ള രാമൻ്റെ അയനം, രാമായണം എന്ന് പേരിടുമ്പോൾ മഹർഷിയായിട്ടുള്ള വാത്മീകി തീരുമാനിച്ചത്
രണ്ട് തരം അയനങ്ങളാണ് അതുവരെയും നമുക്കറിയാവുന്നത്. ഉത്തരായനവും ദക്ഷിണായനവും സൂര്യൻ്റെ രണ്ട് തരം സഞ്ചാരപഥങ്ങളാണ്. രാമൻ്റെ അയനത്തിൻ്റെ കഥ ഞാനിതാ പറയുന്നു. അധികാരം കിട്ടുന്നത് വരെയുള്ള ഒരു രാമൻ, പിന്നെ ഒരു ഉത്തരായനമുണ്ട്. ആ ഉത്തരായനാണ് ഈ ഉത്തര രാമായണം എന്ന് പറയുന്ന സംഗതി. അതായത് അധികാരം കിട്ടിയതിന് ശേഷം ഈസി ആയിട്ട് രാമന് പറയാമായിരുന്നു, എൻ്റെ ഭാര്യയെപ്പറ്റി ആരെങ്കിലും ദോഷം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അധികാരം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാമായിരുന്നു. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമൻ അവിടെ തുടരുമായിരുന്നു. പക്ഷേ ഈ ഉത്തരായനത്തിൽ, ഉത്തര രാമായണത്തിൽ രാമൻ ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എങ്കിൽ അവളെ കൊണ്ട് കാട്ടിലെറിഞ്ഞേക്ക് മക്കളെ അടക്കം എന്ന് പറയുന്ന ഒരാളായി പരിവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ തയ്യാറുള്ള പുതിയ രാമന്മാർ അധികാരത്തിൽ വരുന്നത് നമ്മൾ കാണുന്നു. അതുതന്നെയാണ് രാമൻ ആദ്യ നൈവാഹം രാജ്യമിച്ഛാമി ന സുഖം നജ മൈതലി ത്വാമഹം സത്യമിച്ഛാമി നാനർദ്ധം പുരുഷർഷി. ഈ രാജ്യം വേണ്ട ലക്ഷ്മണ, നിഴൽ പോലെ നടക്കുന്ന ലക്ഷ്മണ വേണ്ട എന്നെല്ലാം പറഞ്ഞ് കാട്ടിലേക്ക് പോയ രാമനാണ്. അതിന് ശേഷമുള്ള രാമനെയാണ് പറഞ്ഞത്. ഇത് രമണ മഹർഷിയോട് ചോദിക്കുന്നത് അപരനോട് എങ്ങനെ പെരുമാറണം. അതിന് രമണ മഹർഷിയുടെ മറുപടി അതിന് അപരനില്ലല്ലോ, അത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവരലാണ്. അപ്പോൾ അത് വളരെ പ്രസക്തമാണ്. നമുക്ക് സമയം പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. എന്നാൽ ഇതിൽ തന്നെ ഗോഡ്സെ വരുന്നുണ്ട്. ഗോഡ്സെ ചോദിക്കുന്നുണ്ട്, നമ്മളിൽ 2 മുസ്ലിമേ ഉള്ളൂ, ഇവിടെ ഈ അമോദിൽ 3ൽ 2 മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പം അതിൽ ഈ പിന്നൊന്ന് ഈ മോദി അമോദി ഇതിലേക്കാണല്ലോ വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അതൊരു പ്രതീകം മാത്രമാണ്. സമൂഹത്തിൻ്റെ ശരീരകോശങ്ങളിലേക്ക് വരെ പടർന്നു കയറിയ ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിൻ്റെ പ്രതീകമായി തന്നെയല്ലേ ഇതിനെ വായിച്ചെടുക്കുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുകയല്ലല്ലോ, ഇല്ല അങ്ങനെയല്ലേ? അങ്ങനെ വ്യക്തിയിലേക്ക് ചുരുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആ കഥയ്ക്ക് അമോദി എന്ന് പേര് കൊടുക്കാതിരുന്നത്. ആ കഥയുടെ ഒരു സവിശേഷമായ തീരുമാനം അതായിരുന്നു. ഒരു പക്ഷേ മറ്റേതെങ്കിലും കഥാകൃത്തായിരുന്നു ആ കഥ എഴുതിയെങ്കിൽ ആ കഥയുടെ പേര് അമോദി എന്നായിരിക്കും. പക്ഷേ ജ്ഞാനസ്നാനം എന്ന പേരിട്ടത് അതുകൊണ്ടാണ്. കാരണം മോദി എന്നൊരു വാക്ക് ഒരു ജാതിപ്പേരോ ഒരു അധികാരിയുടെ പേരോ ആയിട്ട് നമ്മൾ കേൾക്കുന്നതിന് എത്രയോ മുമ്പാണ് ഈ ഞാൻ ഉപയോഗിക്കുന്ന കഥയിലെ കഥാസന്ദർഭം. 1930 അന്ന് ഇദ്ദേഹം ജനിച്ചിട്ടില്ല. ആ 30കളിൽ അതുകൊണ്ടാണ് ഈ അമോദി എന്ന വാക്കിന് മറ്റൊരു സവിശേഷമായിട്ടുള്ള നിഷ്പാദനം സമ്പാദിക്കാൻ സാധിക്കുന്നതിൽ അമോദ് എന്ന ഗ്രാമത്തെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെ വായിക്കേണ്ടവർക്ക് ഇങ്ങനെ വായിക്കാം, അങ്ങനെ തന്നെയാണ് ആ കഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ അല്ലാതെയും ആ കഥയ്ക്ക് ഒരു നിലനിൽപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ അധികാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇവർ നിഷ്കാസിതരാവുകയും ഇവരും മണ്ണോട് മണ്ണായി തീരുകയും ചെയ്യുന്ന ഒരു കാലത്തും നിലനിൽക്കേണ്ട ഒന്നാണ് ഈ കഥ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തോട് സംവദിക്കുന്ന ഒരു കഥയായി തന്നെ ജ്ഞാനസ്നാനം ഏറെക്കാലം വായിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പല കഥകളിലും സുഭാഷ് ചന്ദ്രൻ പറയുന്ന കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവം വിശ്വാസമാണോ ഇപ്പോൾ പറയുന്നത്? അവസാനം കുഞ്ഞിക്കണ്ണൻ ചോദിക്കുമ്പോൾ ദൈവവും സർക്കാരും കഥയിൽ പറയുന്നുണ്ട്. ഈ ദൈവത്തോട് വിശ്വാസമുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളല്ല. ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്. 2-3 കഥകളിൽ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രസക്തമായത് ഇവിടെ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഗാന്ധി കൂടുതൽ പ്രസക്തമായി വരുന്നു. ഇന്ത്യൻ അവസ്ഥകൾ കുറെ കൂടി വല്ലാതെ സങ്കീർണമാകുന്നു. ആ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഗാന്ധിയെ പിന്തുടരുമെന്ന് കരുതുന്നവരുടെ മാത്രമല്ല ഗാന്ധി നിൽക്കുന്നത്. ഒരു നൂറ്റാണ്ടിനപ്പുറത്തുള്ള ഗാന്ധിയല്ല, ഇപ്പോൾ കുറേ കൂടി വിശാലമായ ഒരു പ്രതീകമായി ഗാന്ധിയെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് എന്ന തിരിച്ചറിവും പ്രധാനമാണ്. അതിന് ഈ കഥ കൂടുതൽ വായിക്കപ്പെടട്ടെ, ഇത് സംബന്ധിച്ച് കൂടുതൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സുഭാഷ് ചന്ദ്രൻ്റെ പ്രത്യേകം നന്ദി. ഇനിയിപ്പോൾ ചോദ്യങ്ങളല്ലേ അല്ലേ? സാന്ദ്രമായ സംഗീത ഭാവനയുള്ള ദാസ് ക്യാപിറ്റൽ എഴുതിയ തങ്ങളുടെ ഒരു ചോദ്യം അവർ പറയാനുള്ളത്, സംഗീതവും സർഗപരതയും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു ഗാഢബന്ധത്തെപ്പറ്റി നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ എഴുത്ത് ജീവിതത്തിൽ എന്നും സംഗീതം, ഒരുപക്ഷെ സംഗീത ഉപാസകനുമാണ്, സംഗീതം ചെയ്യുന്ന ആളുമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തങ്ങളുടെ പെൺകുട്ടികൾ തങ്ങളുടെ നിരസിക്കപ്പെട്ട കഥകൾ കണ്ടെത്തിയതുപോലെ ഹിന്ദിയിൽ ഏറ്റവും നല്ല ഗാനങ്ങൾ നൗഷാദിൻ്റേത് തിരസ്കരിക്കപ്പെട്ടതായിരുന്നു, റിജക്റ്റഡ് ട്യൂൺസ് ഓഫ് നൗഷാദ്. അപ്പോൾ അതുപോലെ താങ്കൾ സ്വയം തിരസ്കരിച്ച, എഡിറ്റ് ഔട്ട് ചെയ്ത കഥകൾ താങ്കളുടെ കുട്ടികൾ കണ്ടെടുത്തു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സംഗീതവും സർഗപരതയും പ്രത്യേകിച്ച് ദാസ് ക്യാപിറ്റൽ എഴുതിയ താങ്കളുടെ സർഗ ജീവിതത്തിൻ്റെ
ഒരു അന്തർധാരയായിട്ട് കിടപ്പുണ്ട്. എങ്ങനെ ക്രിയേറ്റിവിറ്റിയെ താങ്കൾ സംഗീതവുമായി ബന്ധപ്പെടുത്തുന്നു? എല്ലാ കലകളും സംഗീതത്തിൻ്റെ പദവി ആഗ്രഹിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. എല്ലാ കലകളും സംഗീതത്തിൻ്റെ പദവി ആഗ്രഹിക്കുന്നു. അതിനർത്ഥം മറ്റെല്ലാ കലകളിലും നമുക്കൊരു പക്ഷേ നിരൂപകരുടെ സഹായത്തോടെ കൂടിപ്പോലുമോ വ്യാജ നാണയങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും, കള്ള നാണയങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആധുനികതയുടെ കാലത്ത്, ഉത്തരാധുനികയുടെ കാലത്ത് ലോകത്ത് എല്ലായിടത്തും തന്നെ കലയാണെന്ന് ഒരു കാലത്ത് സങ്കല്പിക്കപ്പെട്ടിരുന്ന, ഉദാത്തമായ കലയാണെന്ന് ഒരു കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്ന ആ സമകാലിക അവസ്ഥയിൽ സങ്കല്പിക്കപ്പെടുന്ന കാലം ചെല്ലുമ്പോൾ അത് അത്ര മഹത്വമുള്ളതല്ല എന്ന് മനസ്സിലാകുന്നു. ഇപ്പം നമ്മുടെ ആധുനിക ചെറുകഥയുടെ കഥ നോക്കൂ. നമ്മുടെ മലയാളത്തിലെ ആധുനിക കഥയുടെ ആ കാലത്ത് അതിഗംഭീരം എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന പല കഥകളും നമ്മളിപ്പോൾ അത് വായിക്കുകയോ അത് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ഈ ആധുനികത എന്ന് പറയുന്നത് എന്തോ ഗംഭീരമായ സംഗതിയാണെന്ന് ഒരു പരിവേഷം ഉണ്ടാക്കി തീർത്തിട്ട് അതിനെ ഇങ്ങനെ പൊഴുത്തി വച്ചിരിക്കുകയാണ്. സംഗീതത്തിനാവട്ടെ അങ്ങനെ മറ്റേതെങ്കിലും ശുപാർശകളുടെ സഹായത്തോടെയല്ല നമ്മൾ ആസ്വദിക്കുന്നത്. സംഗീതം അതിൻ്റെ വാക്കില്ലെങ്കിൽ പോലും സംഗീതം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംവദിക്കുന്ന ഒന്നായതുകൊണ്ട് അതിൽ കള്ളനാണയത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അത് സാഹിത്യത്തിലാകട്ടെ ഈ ഹൃദയത്തിൻ്റെ പണി മാത്രമല്ല, സാഹിത്യത്തിൽ തീർച്ചയായിട്ടും ഇൻ്റലക്ച്വൽ ബൗദ്ധികതയുടെ ഒരു അംശം തീർച്ചയായിട്ടും ഉണ്ട്, ആലോചനയുടെ അംശമുണ്ട്, സംഭവങ്ങളുടെ വിശദീകരണയുടെ അംശമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ക്രാഫ്റ്റിൻ്റെ ഒരു അംശം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു നല്ല ക്രാഫ്റ്റ്സ്മാൻ ആവുക, ഒരു എഴുത്തുകാരൻ നല്ല കലാകാരനാകുന്നത് ഈ ക്രാഫ്റ്റിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്രാഫ്റ്റും അത് സാങ്കേതികതയും ഉപയോഗിക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് സംഗീതജ്ഞന്മാർ ഉപയോഗിക്കുന്ന പോലെ ഭാഷയുടെ ഒരു ആധാരശ്രുതി ഉണ്ടായിരിക്കണം. ആ ആധാരശ്രുതിയിൽ ഘടന ഘടിപ്പിക്കപ്പെടുന്ന ഇതര സ്വരങ്ങളുടെ സിംഫണി ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നിങ്ങളൊരു കഥ വായിക്കുമ്പോൾ, നോവൽ വായിക്കുമ്പോൾ, നല്ല സാഹിത്യ സൃഷ്ടി വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ സംഗീതത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടെന്നാണ്. നേരിട്ട് അങ്ങനെ സംഗീതാത്മകമായിട്ട് എഴുതണമെന്നില്ല, പക്ഷേ സംഗീതം മുന്നോട്ട് വയ്ക്കുന്ന ഭാവാത്മകതയുടെ ഒരു ശക്തമായ എലമെൻ്റ് ഉള്ള സാഹിത്യകൃതികളാണ് നമ്മൾ കൂടുതൽ ആസ്വദിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്പർശിക്കുന്നത്, നമ്മുടെ സംസ്കാരത്തിലേക്ക്, നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത്. ആ അർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച, ഇപ്പോൾ സാഹിത്യവും സംഗീതവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം. കാരണം സംഗീതം സാഹിത്യം സരസ്വതി ആ സ്തനദ്വയം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നേരിട്ടുണ്ട്. പക്ഷേ ഒരു ഗംഭീരമായ ചിത്രകലയിലും സംഗീതത്തിൻ്റെ അംശമുണ്ട്. അതിഗംഭീരമായൊരു ശില്പം നോക്കൂ. ഇപ്പോൾ മലമ്പുഴയിലെ യക്ഷി അതിഗംഭീരമായ ശില്പമാണെന്ന് നമുക്ക് തോന്നുന്ന വേളയിൽ നമ്മുടെ ഉള്ളൊരു സംഗീതം ഉണർത്തപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ദൈവികത എന്ന് പറയുന്നത് പോലും സംഗീതമടക്കമുള്ള സർഗാത്മകമായിട്ടുള്ള മാനുഷിക ഭാവങ്ങളുടെ സമഗ്രതയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവികത അനുഭവപ്പെടുന്നത് വാസ്തവത്തിൽ ആ ക്ഷേത്രം ഉൽപ്പാദിപ്പിക്കുന്ന സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ ചേർന്നിട്ട് നമ്മൾ ഇടയ്ക്കയുടെ നാദം, ശംഖിൻ്റെ നാദം, നിലവിളക്കുകളുടെ പ്രകാശം, മന്ത്രധ്വനികൾ, അങ്ങനെ ഇപ്പോൾ മോസ്ക് ആണെങ്കിൽ അവിടുത്തെ രാഗസാന്ദ്രമായിട്ടുള്ള വാങ്കുവിളി, ക്രിസ്ത്യൻ പള്ളികളാണെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ഗീതങ്ങൾ, കർത്താവിൻ്റെ തിരുരൂപത്തിൻ്റെ അതിമനോഹരമായ ഘടന, ഗോഥിക് ശില്പങ്ങൾ വച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ സമഗ്രത, ഇതെല്ലാം കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, കല സൃഷ്ടിക്കുന്ന ദൈവിക അനുഭവത്തെയാണ് വാസ്തവത്തിൽ സാധാരണ മനുഷ്യനോ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ആ ഭാവപ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഉണർത്തുന്നത്. വിദഗ്ധന്മാരെ രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവരിതിനെ ശരിക്കും ദുരുപയോഗം ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ദൈവത്തെ സ്പർശിക്കുമ്പോഴെല്ലാം സർഗാത്മകതയെ സ്പർശിക്കുകയാണ്. വലിയൊരു വിഗ്രഹത്തിന് മുമ്പിൽ അതിൻ്റെ ഘടനാ നിർമ്മാണം കൊണ്ട് തൊഴുകുമ്പോൾ നമ്മൾ അത് നിർമ്മിച്ച ശില്പിയെ നമസ്കരിക്കുകയാണ് വാസ്തവത്തിൽ. ആ ശില്പിക്കുള്ള നമസ്കാരമാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. പിന്നീടാണ് അതിൻ്റെ പിന്നിലുള്ള കഥകൾ, മതം, ആത്മീയത ഒക്കെ പുറത്തേക്ക് വരുന്നത്. ആ സർഗാത്മകതയെ നമ്മൾ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. സമയപരിമിതി മൂലം നമുക്കിനി അമോദ് എന്ന വാക്കിൻ്റെ അർത്ഥം പറയാമെന്ന് പറഞ്ഞില്ല അദ്ദേഹം. അമോദ് എന്ന വാക്കിൻ്റെ അർത്ഥം, മോദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, മോദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സന്തോഷമാണ്. നമ്മൾ ആമോദം എന്നൊക്കെ പറയുമ്പോൾ മോദം എന്നുള്ള വാക്കിൽ നിന്നാണ് ആമോദം ഉണ്ടാക്കുന്നത്. മോദസ്ഥിതനായി അങ്ങിരിപ്പൂ മല പോലെ എന്ന് നാരായണ ഗുരുവിനെ പറ്റിയുള്ള പ്രസിദ്ധമായ കവിത, നമ്മുടെ ഹൈസരീഷിൻ്റെ ഒരു കഥയുടെ ശീർഷകം അതാണ്. മോദസ്ഥിതനായി അങ്ങ് വസിപ്പൂ മല പോലെ.
എന്ന് പറയുന്നതാണ്. മോദം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്, ആനന്ദം, വെറും സന്തോഷമല്ല, ഒരു കുറച്ചുകൂടി ഗരിമയുള്ള സന്തോഷമാണ് മോദം. അങ്ങനെ അമോദ് എന്നുള്ള വാക്കിന് വേണമെങ്കിൽ സന്തോഷമില്ലാത്ത അവസ്ഥ എന്നൊരർത്ഥം കൊടുക്കാം. നിഘണ്ടുവിലെ അർത്ഥമല്ല കഥയിലെ അർത്ഥം എന്നുള്ളത്. നിഘണ്ടുവിൽ നൽകുന്ന അർത്ഥമല്ല കഥ നൽകുന്ന അർത്ഥം. സർഗാത്മക സാഹിത്യകാരന്മാർ സൃഷ്ടിക്കുന്ന വാക്കുകൾ കൂടി ചേർത്താണ് നിഘണ്ടു വലുതാവുന്നത്. നിഘണ്ടുവിലുള്ള വാക്കുകളെ കടമെടുത്തുകൊണ്ടല്ല സർഗാത്മക സാഹിത്യം പ്രവർത്തിക്കുന്നത്. ചിലപ്പോഴെങ്കിലും, എപ്പോഴുമല്ല, ചിലപ്പോഴെങ്കിലും ചില പുതിയ വാക്കുകൾ ഭാഷയ്ക്ക് സംഭാവന ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ചും ഇത്തരം ദുർഘടമായ ചരിത്ര സന്ദർഭങ്ങളിൽ.